വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में आप सबको सर्वप्रथम मैं मेरा नमस्कार देता हूँ. ഇന്നത്തെ ആരാധന നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. परमेश्वर के अनुग्रह से हम सबों को इस प्रकार इकट्ठा होने के लिए प्रभु ने मदद किया. मैं प्रभु को धन्यवाद देता हूँ. മഴയുടെ പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പേർക്ക് രാവിലെ കൂടി വരുവാനായിട്ട് കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. वातावरण हमारे लिए अनुकूल नहीं था, फिर भी इतने लोगों को इकट्ठा होने के लिए प्रभु ने मदद की. കഴിഞ്ഞ ആഴ്ചക്കെല്ലാം കർത്താവിൻ്റെ വിസ്താരമായ ചെറിയ മറവിൽ കർത്താവിനെ പരിപാലിക്കാൻ ഇടയായി തീർന്നു. पिछले हफ्ते जहाँ गए हम रखे प्रभु ने हमें अनुग्रह रीति से चलाया, सुरक्षित रखा. ദൈവത്തിൻ്റെ കൃപയെ അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചു. परमेश्वर के अनुग्रह प्राप्त करने के लिए प्रभु ने हमें मदद किया. അനർത്ഥം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത്. विपत्तियों से भरा हुआ दुनिया में एक संसार में हम देखते हैं. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. अगले समय में क्या होंगे करके हम किसी को भी भविष्यवाणी ना कर सकते. ഒരു ദിവസം ദൈവം തന്നാൽ അത് ദൈവത്തിന്റെ കൃപയാണ്. अगर एक दिन हमारा जीवन में मिले परमेश्वर का अनुग्रह है. ആമേൻ. ഒരു മണിക്കൂറും ഒരു മിനിറ്റും ഒക്കെ ദൈവത്തിന്റെ ദാനമാണ്. एक मिनट एक घंटे परमेश्वर के ओर से हमारे लिए दान है. മലയാള മനോരമയുടെ നിര്യാതരായ കോളത്തിൽ നമ്മുടെ ഫോട്ടോയും വരാമായിരുന്നു. अखबार में अखबार हम पढ़ते वक्त एक पेज पूरा पेज में मरे हुए जो यहाँ से निकले हुए लोगों का फोटो आता है. ദൈവത്തിന്റെ മഹാകൃപയാൽ ദൈവം നമ്മളെ ജീവനോടെ വെച്ചിരിക്കുകയാണ്. परमेश्वर के अनुग्रह से परमेश्वर हमें आज भी जीवित रखा है. ആ ഒരു നന്ദിയുള്ള ഹൃദയം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. हमारे पास ऐसा एक दिल होना चाहिए, परमेश्वर को धन्यवाद करते हुए बैठना. പാസ്റ്റർമാർ പറയുമ്പോൾ സ്തോത്രം പറയാനല്ല, ഇരിക്കുമ്പോഴേ ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. आप यहाँ पर बैठते हुए परमेश्वर को धन्यवाद देते रहना. ബൈബിൾ പറയുന്നത് ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ പറഞ്ഞു. बाइबल बताती है मैं मरूंगा नहीं, जिंदा होकर जीवित होकर परमेश्वर के नाम की महिमा करें. ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ യഹോവയുടെ നന്മയെ പ്രസ്താവിക്കും. और जो जीवित लोग हैं उनका बीच में रहकर परमेश्वर के भलाई के बारे में मैं बता दूं. ആമേൻ. आमीन. ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കുന്ന ദൈവമക്കളാണ് വന്നിരിക്കുന്നത്. यहाँ पर परमेश्वर का अनुग्रह प्राप्त करने वाले लोग यहाँ पर രണ്ടു കരവും ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ വീശി നമുക്ക് അല്പസമയം दोनों हाथ उठाकर और परमेश्वर को धन्यवाद दीजिए. നന്ദിയുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ओ धन्यवाद के साथ हम प्रभु को ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ताकत के साथ हम प्रभु को धन्यवाद करें. ബലത്തോടെ സ്തോത്രം ചെയ്യാം. बल के साथ हम परमेश्वर को ആരോഗ്യത്തോടെ സ്തോത്രം ചെയ്യാം. और आरोग्यता के साथ हम परमेश्वर को धन्यवाद करें. അഭിഷേകത്തോടെ സ്തോത്രം ചെയ്യാം. शब्द उड़ाकर प्रभु को धन्यवाद दे दीजिए. കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയാം. तालियां बजाकर प्रभु को धन्यवाद दे दीजिए. हालेलुया. जोर से तालियां बजाकर प्रभु को धन्यवाद. हालेलुया हालेलुया हालेलुया. ബീഹാറിൽ പാസ്റ്റർ എബി മാത്യുവിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു ടീം ഇന്നും നമ്മുടെ സഭായോഗത്തിന് വന്നിട്ടുണ്ട്. बिहार में जो सेवाएं करने वाला सेवक लोग एक टीम एक झुंड यहाँ पर आ चुके हैं. അവരെ കൂടുതൽ സഹോദരിമാരാണ് ഈ പ്രാവശ്യത്തെ ടീമിൽ വന്നിരിക്കുന്നത്. സഹോദരന്മാരുമുണ്ട്. അവർക്ക് പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു. इस बार ज़्यादा से ज़्यादा जो बहनों है, जो लोग सेवकाई में वहाँ पर बैठते, ज़्यादा से ज़्यादा लोग बहनों आए हैं. അവർ കൂടെ മനസ്സിലാകാത്ത കൊണ്ടാണ് ഹിന്ദിയിലേക്ക് മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. और हमारा संदेश उनको भी समझ में आने के लिए हम हिंदी में अनुवाद करते हैं. ഓൺലൈനിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി വന്ദനം അറിയിക്കുന്നു. जो ऑनलाइन में हमारा संदेश सुनने वाले लोगों को भी नमस्कार देते हैं. ലോക രാജ്യങ്ങളിൽ എവിടെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിലും നിങ്ങളോട് ദൈവം ഇന്ന് പകൽക്കാലം സംസാരിക്കും. दुनिया का भिन्न भिन्न कोनों में बैठ के संदेश सुनने वाले लोगों को प्रभु आज आपसे भी बातें करने जा रहे हैं. ആമേൻ. ഒരാഴ്ചയുടെ ഏകദേശം 1800-2000-ലധികം ആളുകൾ ഈ മെസ്സേജുകൾ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. एक हफ्ते में लगभग 2000 से अधिक लोग ये संदेश सुनते आ रहे हैं. ഈ സഭയെ കൂടുതൽ മാത്രമല്ല പുറത്തുള്ളവരും ഈ മെസ്സേജ് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. और कलीसिया के जो नई और बाहर से जो लोग भी इस संदेश सुनते आ रहे हैं. നിങ്ങൾ ഈ ശുശ്രൂഷകളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണമെന്ന് അർപ്പിക്കുകയാണ്. और मैं आपसे विनती करता हूँ आप लोग इस सेवाई का और लोगों को भी परिचित करना. ഇന്നത്തെ ആരാധനയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പുതുതായി വന്നവരുണ്ട്. നിങ്ങൾക്കെല്ലാം പ്രത്യേകമായി വന്ദനം അറിയിക്കുന്നു. इस आराधना सभा में सेवाई में नए लोग आए, आपको भी हम हमारे ओर से नमस्कार देते हैं. കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ സംസാരിച്ച് വരുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും തോട്ടം, എൻ്റെ തോട്ടം ഞാൻ എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളതിനെ കുറിച്ചാണ്. और पिछले दिन हम लगातार परमेश्वर के जो
जो खेती कैसे रखवाला करने इसी में विचिंतन करते आ रहे हैं। അനേക തോട്ടങ്ങൾക്ക് കാവലാക്കി എൻ്റെ സ്വന്തം മുദ്രത്തോട് ഞാൻ കാത്തിട്ടില്ല. और कई और जगह में हमें देखभाल करने के लिए परमेश्वर ने अनुमति दिया, लेकिन अपना बगीचा हम कभी देखभाल नहीं किया। ആ മെസ്സേജിന്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് പ്രസംഗിക്കേണ്ടതെങ്കിലും അത് ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിവെക്കുകയാണ്. और पिछले हफ्ते में हम पर प्रचार किए हुए संदेश से प्रचार करने के लिए मैं चाहता था, लेकिन आज और एक संदेश प्रचार करने के लिए चाहता हूँ। ഈ മാസം സെപ്റ്റംബർ മാസം 1 മുതൽ 31 വരെ നമ്മുടെ സഭയുടെ മിഷൻ മന്തായി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. और सितंबर महीने को हमारा कलिशिया हम लोग मिशन महीने करके अलग किया है। ഈ മാസം മുഴുവൻ സുവിശേഷീകരണത്തിന് ഊന്നൽ കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. इस महीने पूरा दिन हम सेवकाई के लिए और सुसमाचार सुनाने के लिए हम अपने आप को तैयार करके रखें। നമ്മൾ അറിഞ്ഞ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. जो सच्चाई जो सुसमाचार हमारे पास पहुंचे, सुसमाचार औरों को भी पहुंचाना है। അതിന്റെ ആവശ്യകതയെ ബന്ധപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് ഇന്ന് പകൽ പറയാനായിട്ട് ഞാൻ കർത്താവിൽ और ആഗ്രഹിക്കുന്നു. सुसमाचार प्रचार करना ये बात को ज्यादा ध्यान देके एक संदेश आपसे बताना चाहता हूँ। ഈ മിഷൻ മന്തിൽ ദൈവം നമ്മളോട് സംസാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. अब प्रार्थना पूर्व बैठना, परमेश्वर आपसे बातें कर। ഇവിടെ പറയുന്ന വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് ഈ മാസം നമ്മൾ പ്രാവർത്തികമാക്കാനും വരുന്ന മാസങ്ങളിൽ തുടരുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. आप ध्यान पूर्व ये संदेश सुनना और आने वाले दिनों में अपना जीवन में ये संदेश को लेके आना है। പൗരുഷൻ ഈ മാസം മന്ത് ഓഫ് ഷെയറിംഗ് ആയി വെച്ചിരിക്കുകയാണ്. और परमेश्वर का जो सेवकाई इस महीने जो औरों को बताना, ये सेवकाई स्थिर किया गया। പങ്കുവയ്ക്കലിന്റെ മാസം, औरों को साथ बांटना, ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുക, और परमेश्वर के वचन बांटना, സമയം പങ്കുവയ്ക്കുക, और हमारा समय औरों के लिए देना, സമയം അതുപോലെ തന്നെ പ്രാർത്ഥന പങ്കുവയ്ക്കുക, हमारे प्रार्थना औरों के लिए प्रार्थना करना, കൂട്ടായ്മ പങ്കുവയ്ക്കുക. और जो संगति है संगति भी औरों को देना। 21 ദിവസത്തെ പ്രാർത്ഥനയും അവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. और 21 दिन का प्रार्थना पावर मिशन में भी और वे लोग तैयार किया गया। മന്ത് ഓഫ് ഷെയറിംഗും മന്ത് ഓഫ് മിഷൻ മന്തും എല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. और दोनों सेवकाई एक एक के साथ मिलजुलते जा रहे हैं। നമ്മൾ ഈ തലമുറയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കണം. इस पीढ़ी में परमेश्वर हमें जीवित रखा है, हम चुपचाप नहीं बैठना, हम कार्य में और कार्य करते जाना। സാധാരണ വിടുതലിന്റെ മെസ്സേജ് പറയുമ്പോഴാണ് നമുക്ക് ഉണർവുണ്ടാകുന്നത്. जब हम जागृति का संदेश बताते तब आप लोगों को जीवन के अंदर जागृति आते हैं। നമുക്കൊരു കെട്ടുപൊട്ടുക, നമുക്കൊരു വിടുതൽ ഉണ്ടാകുക, സാമ്പത്തിക ഭദ്രത ഉണ്ടാകുക, കുഞ്ഞുങ്ങളുടെ ഭാവി ഉണ്ടാകുക, ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ആവേശവും ഉണ്ട്, നമുക്ക് കേൾക്കാൻ ഉത്സാഹവും ഉണ്ട്. जब हम प्रचार करते परमेश्वर आपको आशीष देगा और परमेश्वर आपको पीढ़ियों को आशीष देगा, बताते वक्त आपका अंदर भी जागृति आते, अच्छा लगते। लेकिन आज मेरा संदेश उससे अलग है। ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം വിടുതൽ ഉണ്ടായാലും അതെല്ലാം ശവക്കുഴി വരെയുള്ളൂ. जो भी छुटकारा हमें मिले, जो भी आशीष हमें मिले, वो स्मशान घाट तक है। हमें തലവേദന മാറി, ഇന്ന് തലവേദന മാറിയ നാളെ നടുവിന്റെ വേദന വരും. और आपको बीमारी से प्रभु चंगाई देगा और आगे भी बीमारी आते रहेंगे। നാളെ നടുവിന്റെ വേദന മാറിയ പിന്നെ അടുത്ത ദിവസം വയറിന്റെ വേദന വരും. और कल कुछ दर्द होंगे और परसों और कुछ दर्द आते रहेंगे। കാലം മാറി മാറി പോകുന്നേ ഉള്ളൂ. और छुटकारा मिलते रहेंगे। ശരിയായ വിടുതൽ അക്കരെ ചെല്ലുമ്പോഴേ ഉള്ളെന്ന് ഓർത്തോണം. और पूर्ण रीति से हमें छुटकारा मिलेगा। एक दिन प्रभु को मिलेगा, एक दिन स्वर्ग में पहुंचेगा, तभी छुटकारा मिलेगा। ആമേൻ. ശവക്കുഴിക്ക് അപ്പുറത്ത് നമുക്ക് എന്ത് കൊണ്ടുപോകാൻ കഴിയും? स्मशान घाट के आगे हम क्या ले जा सकेंगे? മരണത്തിനപ്പുറം നമുക്ക് ഇവിടുന്ന് എന്ത് കൊണ്ടുപോകാൻ കഴിയും? मृत्यु के पार हमें कुछ ले जाना है। ആമേൻ. രണ്ട് കാര്യമേ കൊണ്ടുവരാനൊക്കത്തുള്ളൂ. രണ്ട് കാര്യമേ കൊണ്ടുവരാനൊക്കത്തുള്ളൂ. केवल दो चीज हम ले सकते हैं, നമ്മൾ കർത്താവിന് വേണ്ടി കൊടുത്തതും നമ്മൾ നേടിയ ആത്മാക്കൾ മാത്രം. और वहां पर हम दो चीज ले सकते हैं। क्या परमेश्वर के लिए किया, हमें जो आत्माओं को बचाया, यही दो चीज ले सकते हैं मृत्यु के पार। അത് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം. और ये बात को हमें समझ में आना है। ആമേൻ. ആമേൻ. ഞാൻ സാധാരണ പ്രസംഗിക്കാൻ പറയുന്നൊരു വേർഡുണ്ട്. जब प्रचार करते वक्त में एक शब्द दोहराते आ रहे हैं। D.L. മൂഡീസ്, സ്പർജനും ബില്ലി ഗ്രഹാമും ഒക്കെ കെട്ടുകണക്കിന് കറ്റകളുമായി വരുമ്പോൾ
ചില മണികളെങ്കിലും കാഴ്ചവെക്കാൻ നമ്മൾ തയ്യാറാകണം. डीएल मोडी और सुनामी प्रचारक लोग कई आत्माओं को ले जाते वक्त हमें कम से कम एक दो आत्मा को ले जाना है. ഒരാഴ്ച ദൈവം കൊടുത്തിട്ട് കോടിക്കണക്കിന് ആത്മാക്കളെ നേടിയ ഭക്തന്മാർ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. वे लोग उनको दिया होगा समय में कई आत्माओं को बचाया, कई आत्माओं को परमेश्वर के लिए बचाया है. അവരെ കൊണ്ട് ദൈവം എന്താണ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവരുടെ കൂടെ ഫലവത്താകാൻ കർത്താവ് സഹായിച്ചു. परमेश्वर ने उन लोगों के बारे में क्या योजना की, वो योजना ये उद्देश्य परमेश्वर ने उन लोगों का द्वारा पूरी किया. നമ്മൾ സാധാരണ പറയുന്ന കാര്യമുണ്ട്, അയ്യോ എന്നെ കൊണ്ട് ഇത്രേ ഒക്കത്തുള്ളൂ, ഞാൻ അത്രയും ചെയ്യുന്നുണ്ടെന്നാണ്. हम कभी कभी इस प्रकार बताते हैं, मैं कुछ नहीं, मुझसे कुछ नहीं होंगे, मैं इतने ही करूंगा. പക്ഷെ നിന്നെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിക്കാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്ന് നീ തിരിച്ചറിയണം. आप ये बात को समझ आने, परमेश्वर का योजना ये आपसे ज्यादा से ज्यादा काम करने के लिए परमेश्वर चाहता है. നീ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ കുറിച്ച് കരുതുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. परमेश्वर आपके लिए इंतजार करने वाला परमेश्वर है. നിന്റെ പൊട്ടൻഷ്യൽ നിനക്കറിയത്തില്ല, എന്റെ ദൈവത്തിന് അറിയാം. आपका अंदर एक ताकत है, आप नहीं जानते, परमेश्वर ताकत को जानता है. അതിന് വിദ്യാഭ്യാസം ഒരു കാരണമല്ല, हो सकता है अनपढ़ा है, സൗന്ദര്യം ഒരു കാരണമല്ല, हो सकता है अब सुंदर नहीं है, ആമേ നീ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളൊരു കാരണമല്ല. कौन से पीढ़ी में आपने जन्म लिए ज्यादा बात नहीं है. ആമേൻ ഒരു പച്ച കഴുത താടിയൽ കൊണ്ട് കുന്ന് രണ്ടെന്ന് കൂട്ടാൻ സിംസോന് കഴിഞ്ഞെങ്കിൽ നിന്റെ ആമേൻ നാവ് കൊണ്ട് ഒരു വലിയ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന് കഴിയും. शिमशोन को अपना पीढ़ी में परमेश्वर ने हाथ में लेके इस्तेमाल किया, तो आपको भी परमेश्वर इस पीढ़ी में इस्तेमाल करूंगा. നമ്മൾ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടത് എന്തിനാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. आपको समझ में आने परमेश्वर ने क्यों हमें इस पृथ्वी में जन्म दिया है. കുറച്ച് കഞ്ഞിയും ചോറും കഴിച്ച് ഇവിടെ കുറച്ച് വീടും നാടും വെച്ച് പോകാനല്ല, അതിന്റെ അപ്പുറത്തായ ഒരു വലിയ ദർശനം ദൈവം തന്നിട്ടുണ്ട്. केवल खाओ पी के यहाँ से मर जाने के लिए नहीं, उससे आगे परमेश्वर ने आपको एक दर्शन दिया गया है. ആമേൻ. അത് ഈ മാസം നമ്മൾ ഗൗരവമായി കണക്കാക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. जो तीव्रता का साथ इस बात को आपको समझ में आए. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, प्रेरितों के काम 1 अध्याय 8वां आयत में इस प्रकार बता दिया है. കർത്താവായ യേശു ക്രിസ്തു ഒരു യുവനിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി പോകാൻ തുടങ്ങുകയാണ്. ये प्रभु यीशु मसीह स्वर्ग को और जाने के लिए तैयार है. ശിഷ്യന്മാരുമായിട്ട് അവർ ഒരുമിച്ചിരിക്കുകയാണ്. ये 6 लोगों के साथ वो बैठ रहा था. വിടവാങ്ങൽ സന്ദേശം എന്നാണ് ബൈബിൾ ആമേൻ പഠിതാക്കൾ പറയുന്നത്. വിടവാങ്ങൽ സന്ദേശം, वो वहां से फेयरवेल संदेश, वो जाने के समय में वो उपदेश देता था. ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഒടുങ്ങി പറയുന്ന വാക്കുകൾക്ക് വളരെ വിലയുണ്ട്. एक व्यक्ति मरने के वक्त जो आखिरी समय में जो शब्द बताते वो बहुमूल्य शब्द है. ഭാരതപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു അവരുടെ നടുവിൽ നിന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാക്കുകൾക്ക് വളരെ വിലയുണ്ട്. प्रभु यीशु मसीह स्वर्ग में जाने से पहले जो शब्द उनको दोहराया, ये शब्द बहुमूल्य शब्द है. ആമേൻ. അത് ഗൗരവമായി നിങ്ങൾ കേൾക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. वो तीव्रता का साथ, गर्व का साथ वो शब्द लेना है. ആക്ട്സ് ചാപ്റ്റർ 1:8, അപ്പോസ്തലപ്രവൃത്തി 1:8 प्रेरितों का काम 1:8. വായിച്ചാട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. जब पवित्र आत्मा तुम पर आएंगे, तुम शक्ति पाओगे और तुम मेरे लिए यरूशलेम, यहूदी, शमरियो और दुनिया का छोर तक मेरे लिए गवाह बनना है. വാർത്തപ്പെട്ട കർത്താവ് പറയാണ്, നിങ്ങൾ ശക്തി ലഭിക്കണം. परमेश्वर यीशु बता रहे हैं यहाँ पर तुम्हें शक्ति प्राप्त करना, നിങ്ങൾ എന്റെ സാക്ഷികളാകണം. आप मेरे गवाह होना. ആമേൻ. നിങ്ങളുടെ നാട്ടിൽ മാത്രം സാക്ഷിയായ പോരാ, केवल अपना गांव में गवाह होने से अधिक യെരുശലേമിൽ സാക്ഷിയാകണം. यरूशलेम में गवाह बनना. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് സാക്ഷിയാകണം. यहाँ पर आप रहते हैं वहां पर गवाह होना है. യഹൂദയിൽ സാക്ഷിയാകണം. और दुनिया के छोर तक गवाह होना. പ്രാന്ത പ്രദേശങ്ങളിൽ സാക്ഷിയാകണം. आपके आजू बाजू में परमेश्वर के लिए गवाह बनना. ഏറ്റവും ഒടുവിൽ പറയുകയാണ്, अंत में बताता है ആമേൻ, ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. यीशु कथा दुनिया के छोर तक तुम मेरा गवाह बनना. ഇന്ന് പറഞ്ഞ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? आप कितने लोगों को इस बात समझ में आ रहे हैं? ലോകത്തിന്റെ അറ്റത്തോളം दुनिया യേശുവിന്റെ के സാക്ഷ്യം अंत വഹിക്കണം. तक मेरे लिए गवाह बनना. ആമേൻ. आमीन. ലോകത്തിന് പകരാൻ കഴിയുന്ന ഇത്ര വലിയ സന്ദേശം വേറെ ഇല്ല. ऐसा खुशखबरी दुनिया में कोई खुशखबरी नहीं दुनिया का हाथ में पहुंचा सकता ഇത് है. പറഞ്ഞു കഴിഞ്ഞിട്ട് इतने बताने के बाद അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ओ वे लोग देखते रहते. യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. यीशु स्वर्ग को और चला गया, ഫ്ലൈറ്റ് ആകാശത്തിലേക്ക് ഉയരുന്നത് പോലെ वो स्वर्ग को और उठा लिया गया.
गया, യേശു ആകാശത്തിലേക്ക് ഉയർന്നു പോയി. यीशु स्वर्ग को ओर चला गया। ശിഷ്യന്മാർ വലിയ മേൽ മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. चेले लोग देखते रहते थे, അവരെ കണ്ണിന് മറഞ്ഞു കഴിഞ്ഞപ്പോൾ उनका आंखों के सामने से यीशु मसीह चला गया വലിയൊരു അത്ഭുതമുണ്ടായി. और एक चमत्कार हुई। സ്വർഗ്ഗത്തിൽ നിന്ന് 2 ദൂതന്മാർ ആകാശത്തിലേക്ക് വന്നു. स्वर्ग से 2 दूत लोग उतर के आए। ആമേൻ. ഇവർ മേപ്പോട്ട് ഇങ്ങനെ മിഴിച്ച് നോക്കി നിൽക്കുമ്പോൾ वे आगे से देखते वक्त സ്വർഗ്ഗത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന ദൂതന്മാർ स्वर्ग से जो दूत लोग उतर के आए, ആകാശ മേഘത്തിൽ നിന്നുകൊണ്ട് वे आकाश में खड़े होके कहा, അവരെല്ലാവരും കേക്ക് वे सुनते ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. और एक संदेश कहा, അതിങ്ങനെയാണ്, इस प्रकार कहा, ഗലീല പുരുഷന്മാരെ, हे गलील पुरुषों, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? आकाश की ओर देखते रहते, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ മടങ്ങി വരും. यीशु आपको छोड़ के चले गए, वो यीशु जैसे गए वैसा ही वापस आएगा। കൈയടിച്ച് സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. तालियां बजा के प्रभु को धन्यवाद दे दे। ഗലീല പുരുഷന്മാരെ, हे गलील पुरुषों, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? आकाश की ओर देखते रहते, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു यीशु आपको छोड़ के चला गया है। हालेलुया। ഒരു സ്വാതന്ത്ര്യം പറയാൻ പറ്റുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജീവിച്ച ഏത് നേതാവ് ഇത് പറഞ്ഞിട്ടുണ്ട്? कोई भी नेता ऐसा वायदा ना दिया है। മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ പോയിട്ട് വരുമെന്ന്. महात्मा गांधी जी भी ऐसा न कहा, ശ്രീ ബുദ്ധൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരുമെന്ന്. बुद्ध भी ऐसा नहीं कहा, ശ്രീ ജൈനൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരുമെന്ന്. जैन का जो धर्म गुरु भी न कहा, ആമേൻ. ഇവിടുത്തെ മഹാനായ അലക്സാണ്ടർ പറഞ്ഞു ഞാൻ പോയിട്ട് വരുമെന്ന്. सिकंदर भी न कहा। ആമേൻ. അവരാരും പറഞ്ഞില്ല പോയിട്ട് വരുമെന്ന്. दुनिया का कोई भी नेता ऐसा नहीं कहा मैं बाहर आएगा, പോയിട്ട് വരുമെന്ന് പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ നമ്മൾ സേവിക്കുന്ന യേശുവാണ്. केवल एक ही व्यक्ति ने कहा मैं दोबारा आएगा करके, यीशु ने कहा। ഗലീല പുരുഷന്മാരെ, हे गलील पुरुषों, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? जो आकाश की ओर देखते रहते, നിങ്ങളെ വിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു അവൻ പോയതുപോലെ മടങ്ങി വരൂ. यीशु तुम्हें छोड़ के चला गया, ओ यीशु तुम्हारा दोबारा आएगा। ഇത് പറയുമ്പോ അകത്തൊരു പടപ്പുണ്ടാകണം. आपका अंदर एक जागृति उठना। ഇരുമ്പും കാന്തവും തമ്മിൽ ആകർഷിക്കുന്ന പോലെ ഇന്ന് നിന്റെ അകത്തൊരു ദർശനം ഉണ്ടാകണം. जो लोहा चंबक में खींच रहे, ऐसा ही एक दर्शन होना चाहिए। ആമേൻ. എന്റെ ഏക പ്രത്യാശ എന്റെ കർത്താവിന്റെ വരവാണ്. मेरा एक ही आशा है, वो प्रभु यीशु मसीह का दोबारा आगमन है। പഴയ നിയമ ഭക്തന്മാർ തമ്മിൽ പിരിയാൻ നേരം जब पुराण पूर्व समय में भक्त लोग आपस में वापस जाते वक्त പറയുന്നൊരു വേറുണ്ട്. वे इस प्रकार बताते, മാറാനാഥ, मारा नादा, കർത്താവ് വേഗം വരുന്നു. ओ यीशु मसीह जल्दी आने वाला है। നിങ്ങൾക്കത് പറയാൻ സന്തോഷമുണ്ടോ? आपको आनंद है? അങ്ങനെയാണെങ്കിൽ അടുത്ത പറഞ്ഞ കൈ ഒന്ന് കൊടുത്തിട്ട് പറ മാറാനാഥ എന്ന്. आपका आजू बाजू में बैठे लोग हाथ दिला के बोला यीशु आने वाला है, आमीन। यीशु आने वाला है, यीशु जल्दी आने वाला है। എല്ലാവരും കൈ കൊടുത്ത് മുഖത്തോട് നോക്കി ഒന്ന് പറഞ്ഞ് आज चेहरा आपस एक एक देख के बता दीजिए, 1-2 പ്രാവശ്യം പറഞ്ഞ കുഴപ്പമില്ല. 1-2 बार दे दीजिए, हाथ മാറാനാഥ, दिलाइए। यीशु आने वाला है, മാറാനാഥ, 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 यीशु आने वाला है। മാറാനാഥ, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. प्रभु जल्दी आने वाला है। കൈകളടിച്ച് ദൈവത്തെ സ്തോത്രം बता के പറയുക. प्रभु का धन्यवाद दे दीजिए। हमारा यीशु जल्दी आने वाला है, हमारा प्रभु आने वाला है, जल्दी आने वाला है। यही हमारा आशा, और कोई आशा ही नहीं। तालियां बजा के प्रभु को धन्यवाद, अन्य भाषा में आराधना किए। हमारा प्रभु जल्दी आने वाला है, देरी नहीं होंगे, जल्दी आने वाला है। ഈ ഒരു വേടിനെ ഭംഗിയായി നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞിരിക്കുന്ന ഒരാളാണ് പൗലോസ്. इस शब्द को हमें समझ में आने के लिए और विस्तार रूप से कहा हुआ एक प्रेरित पौलुस। പൗലോസ് തന്റെ ജീവിതത്തിന്റെ സായം സന്ധിയിൽ എഴുതുകയാണ്. पौलुस अपना सेवकाई के अंतिम कड़ी में इस प्रकार लिखता है, ആമേൻ. എന്റെ ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, मैंने दौड़ पूरी की और मैं विश्वास को रखवाली की। എന്റെ നീതിയുള്ള കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. अभी मेरे लिए धार्मिकता का मुकुट रखा ഞാൻ गया। 80 ഏക്കർ സ്ഥലം മേടിച്ചു, 5 വീട് പണിതു, പിള്ളേരെല്ലാം വിദേശത്ത് വിട്ട നല്ല പൗലോസ് പറഞ്ഞത്. पौलुस ने यूं नहीं लिखा है मैंने जमीन खरीदा, बच्चे को बाहर भेज दिया और उनको भविष्य मिला, ये नहीं लिखा। പണ്ടൊരു ഭയങ്കര ആമേൻ എന്താ പറയുന്നത് ധനാഢ്യനായ ഒരു മനുഷ്യന് ഒരു ഉപദേശിയെ വീട്ടിൽ ക്ഷണിച്ചുകൊണ്ട് പോയി.
और एक धनिक व्यक्ति एक सेवक को अपना घर में आमंत्रित किया അമ്പരചമ്പിയായ വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി ഈ വിദേശിയെ അകമെല്ലാം കാണിച്ചു. बड़ी मकान में वो सेवक को लेके गया और अंदर का जो भी चीज है वो दिखाया വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഈ ആമേൻ ഈ ധനാഢ്യനെ മനുഷ്യൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കുക, കിഴക്കോട്ട് നോക്കുക, കാണുന്നതല്ലേ എൻ്റെ സ്വത്തുക്കളാണ്. और धनिक इंसान ने कहा सेवक से इस प्रकार कहा, देखो ये जमीन पूरा मेरी है. അപ്പോൾ ഉപദേശി എക്സൈറ്റഡ് ആയി. वो सेवक बहुत मना थोड़ा अचंभित हो गई. ആ മുമ്പോട്ട് നോക്കുക, വടക്കോട്ട് കാണുന്ന എല്ലാം എൻ്റെ സ്വത്തുക്കളാണ്. सेवक से धनिक इंसान ने इस प्रकार कहा, चारों ओर देखो, चारों ओर जो भी जमीन है പടിഞ്ഞാറോട്ട് നോക്കിയാൽ കാണുന്ന എല്ലാം എൻ്റെ സമ്പത്തുകളാണ്. उत्तर और दक्षिण और पश्चिम में देखो वो सब मेरी जगह. ആമേൻ. ബാക്കി വശം കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ കാണുന്നതെല്ലാം എൻ്റെതാണ്. और जो उस इलाका में है वो भी मेरा है. 4 വശത്ത് ഉള്ളതെല്ലാം എൻ്റെതാണ്. और उसने कहा ये चारों ओर जो भी है वो मेरी है. ായ ഉപദേശി ആ ധനാഢ്യൻ ചോദിച്ചു, അയ്യോ ഭയങ്കര മനുഷ്യനാണല്ലോ, ഇടത്തും വലത്തും മുമ്പിലും പുറകിലും കാണുന്ന എല്ലാം നിങ്ങൾക്കാണ്, 4 വശത്തും നിങ്ങൾക്കുള്ളതാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, മേളി വല്ലതും ഉണ്ടോ? सेवक ने इस प्रकार एक प्रश्न उनसे पूछा, ये चारों ओर जो भी आपने आपके लिए वो सब सही है. मैं आपसे एक प्रश्न पूछना चाहता हूं, नीचे जो भी है लेकिन आपको ऊपर में कुछ है. പിടികിട്ടിയില്ലേ? പിടികിട്ടിയോ? आमेन. 4 വശത്തുമുണ്ട്, മേളി വല്ലതും ഉണ്ടോ? मैं आपसे पूछना चाहता हूं, चारों ओर आपके लिए जमीन है, संपत्ति है, लेकिन एक प्रश्न पूछना चाहता हूं, ऊपर में कुछ है. 4 വശത്തുണ്ടെങ്കിലും മേളിലില്ലെങ്കിൽ നീ വട്ട പൂജ്യമാണ്. वो यदि आप चारों ओर है, यदि ऊपर कुछ भी नहीं तो आपका जिंदगी शून्य है. ആമേൻ, ആമേൻ. आमेन. 100 പവനിട്ട അമ്മാമ്മ കട്ടിലേ കിടന്ന് അറ്റാക്കായിട്ട് മരിച്ചു പോയാൽ പിള്ളേരെല്ലാം കൂടെ വന്ന് ആദ്യം ചെയ്യുന്ന കാര്യം 2 ആമേൻ മുഖത്ത് ആഞ്ഞ് കെട്ടിപ്പിടിച്ച് അമ്മ പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞേച്ച് ആദ്യം ചെയ്യുന്ന കാര്യം കഴുത്തേലും കാതലെല്ലാം പറിക്കുകയാണ്. जो एक आंटी यदि हो सकता हजारों रुपयों का सोना चांदी पानते मर जाते, आखिरी सांस खींचते, तो बच्चे दौड़ के आएंगे और चुम्बन देंगे और चिल्लाएंगे मेरी मम्मी चली गई. फिर दोबारा क्या करेंगे, हाथ में जो सोना है, गला में जो चांदी है, सब उतार के ले लेंगे. സമിച്ചാ മനസ്സിലായോ? എനിക്ക് അല്പമൊക്കെ അറിയാം. पास्टर भी कुछ हिंदी जानते हैं. പൗലോസ് പറഞ്ഞു, എനിക്ക് അല്പം അറിയാമെന്നാണ് തോന്നുന്നത്. जैसे पौलुस ने कहा, मैं भी कुछ जानता हूँ. ആമേൻ. ഇത് മനസ്സിലായിക്കോണം, 200 പവൻ ഇട്ടാലും 300 പവൻ ഇട്ടാലും ശ്വാസം പോയാൽ ആദ്യം ചെയ്യുന്നത് നിന്നെ ഒരുക്കുകയല്ല, നിന്റെ ദേഹത്ത് നിന്ന് പറിച്ചെടുക്കുക. जो अगर जितने भी सोना चांदी आप पालो और जब मर जाएगा, आखिरी सांस निकल गया तो सबसे पहले बच्चे क्या करते हैं? അര പാവം തന്നുവിടത്തില്ല. कुछ भी सोना चांदी पहना के आपको श्मशान घाट में नहीं ले അഥവാ जाएंगे. നിന്റെ ദേഹത്ത് 5 പവൻ ഇട്ട് കിടത്തിയെന്ന് വിചാരിക്കോ, അങ്ങോട്ട് അടക്കിയെന്ന് വിചാരിച്ചോ, അന്ന് രാത്രി കള്ളം തുറക്കും. അത് अगर आपको सोना चांदी पहना के आपका लाश को दफनाया तो उसी रात चोर भी आएगा, वो उठा के ले जाएगा. നിന്നെയും പൊക്കും, നിന്റെ സ്വർണവും പൊക്കും. आपको भी उठाएगा, आपका सोना चांदी भी श्मशान घाट से उठा के ले जाएगा. എന്റെ പ്രിയമുള്ളവർ, ഞാൻ സ്നേഹമായിട്ട് പറയും, ഇവിടെ എന്തോ നേടിയാലും നീ ഒന്നും കൊണ്ടുപോകത്തില്ല. मैं प्यार से बताना चाहता हूँ, जो भी आप यहाँ पर कमाओ कुछ भी ऊपर ना ले जाएगा. ചില പേടിച്ച് എന്നെ നോക്കുന്നത്, നേരാണോ പാസ്റ്ററെ? पास्टर आप जो बोल रहे सच है. എന്റെ ഗതി ഇങ്ങനെയാണോ? मेरा अंध ऐसा ही है. ആന്ന് അമ്മമ്മേ, ഇങ്ങനെ തന്നെയാ. आंटी ऐसा ही है, अंध ऐसा ही അച്ചായ ഇങ്ങനെ തന്നെയാ. अंकल जी अंध ऐसा ही होंगे. 4 മണിക്കൂർ കഴിയുമ്പോൾ പറയും, ഭയങ്കര സ്മെല്ലാ, പുണ്ടുകുളം പറയും. मरने के बाद 4 घंटे के बाद बच्चे इस प्रकार बताएंगे, पादरी साहब जल्दी. ഇവിടെ പെർഫ്യൂം അടിക്കുന്നു, ലിപ്സ്റ്റിക് അടിക്കുന്നു, കണ്ണിടുന്നു, പൊട്ടതൊടുന്നു, എന്നെ പരിപാടിയാ. സിനിമാ നടിമാർ തോറ്റു പോന്ന ഒരുക്കമാ. यहाँ पर आप जब जीवित है सुंदरता के लिए सब कुछ करते आ रहे हैं, अगर मर गया तो 4 घंटे के बाद बच्चे बोलेगा पादरी साहब जल्दी दे बनाना. എന്റെ പ്രിയമുള്ളവരെ, മുഖത്തെ സൗന്ദര്യമല്ല വലുത്, ആന്തരികമായ സൗന്ദര്യമാണ് വലുത്. आपका आंतरिक सुंदरता है सबसे बड़ी बात. നിങ്ങളുടെ അകത്തൊരു ഗൂഢ മനുഷ്യനുണ്ട്. आपका अंदर एक गुप्त इंसान है. ആമേ. പൗലോസ് പറയുന്നു, അകത്തെ ഗൂഢ മനുഷ്യൻ
पौलुस बताते हैं तुम्हारे अंदर का जो गुप्त इंसान അകത്തെ ഗൂഢമനുഷ്യനും ദൈവവുമായിട്ടാണ് ബന്ധമുള്ളത്. और तुम्हारा गुप्त इंसान को परमेश्वर के साथ एक संबंध होना चाहिए. ആമേൻ. ആമേൻ. അകത്തെ ഗൂഢമനുഷ്യൻ, അകത്തെ ആ ഗൗരവമുള്ള ആത്മീയത ദൈവവുമായിട്ടുള്ള ബന്ധമാണുള്ളത്. और आपका आंतरिक इंसान को परमेश्वर के साथ एक संबंध होना चाहिए. Praise the Lord. Praise the Lord. ഇന്ന് വാർക്കാൻ നമ്മുടെ അകത്തൊരു പടപ്പുണ്ടായിരിക്കണം. आज हमारा अंदर एक जागृति उठ रहा है. ഈ ശരീരം മണ്ണിൽ ലയിച്ചു ചേർന്നാലും एक दिन एक शरीर मिट्टी के साथ मिल जाएंगे ആമേൻ, വേറൊരു ശരീരം ദൈവം എനിക്ക് നൽകി തരൂ. और परमेश्वर मेरे लिए एक स्वर्गीय शरीर देंगे. ആമേൻ. आमेन. മൺമയമായ ശരീരം മാറിയാൽ വിൺമയമായ ശരീരം ദൈവം എനിക്ക് നൽകി തരൂ. मट्टीमय शरीर यहाँ से निकल जाएगा, मेरे लिए एक स्वर्गीय शरीर परमेश्वर देंगे. പൗലോസ് പറയുന്നു, ഈ താഴ്ചയുള്ള ശരീരത്തെ ये जो मिट्टी के शरीर തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുവാൻ അവൻ രൂപാന്തരം വരുത്തും. परमेश्वर ने एक महिमामय शरीर मेरे लिए देंगे. എന്റെ ഫേസ്ബുക്കിൽ അതൊരു പോസ്റ്റ് വന്നു. पिछले दिन फेसबुक में एक ऐसा എന്നെ അങ്ങ് ടച്ച് ചെയ്തു. ഒരു വാക്കേ ഉള്ളൂ, उसका अंदर एक ही शब्द है, वो मुझको स्पर्श किया. ജീവിതം എന്ന് പറഞ്ഞാൽ जिंदगी क्या है? ആമേൻ, നിന്നെ ആമേൻ രണ്ട് കൂട്ടർ നിന്നെ എടുത്തുകൊണ്ട് പോകുന്ന അതിനകത്തുള്ളൊരു അനുഭവമാണ് ജീവിതമെന്ന്. जो आपको उठा के ले जा रहे हैं उसका बीच में एक अनुभव है, वही अनुभव है जिंदगी. അതിനകത്ത് എതിരിക്കുകയാണ്, നീ എത്ര മിടുക്കനാണെങ്കിലും यदि आप जितने भी उत्सुक व्यक्ति और बहुत अच्छा व्यक्ति है, ജനിച്ചു കഴിയുമ്പോൾ നിന്നെ എടുത്തുകൊണ്ട് നടക്കും ആളുകൾ. जन्म के बाद आपको माता पिता जो लोग आपको उठा के ले जाएंगे മരിച്ചു കഴിയുമ്പോൾ നിന്നെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. और मृत्यु के बाद भी आपको उठा के ले जाएंगे. ഈ രണ്ടും നീ അറിയുന്നില്ല, നിന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത്. ये दोनों समय में जब नया जो जन्म हुआ तभी और अंत का समय में जो स्मशान घाट में ले जाते हैं, इस दोनों समय आप नहीं जानते. രണ്ടിന്റെ ഇടയ്ക്കുള്ള രണ്ട് എടുപ്പിന്റെ ഇടയ്ക്കുള്ള ജീവിതം എന്ന് പറയുന്നത്. ये दो क्षेत्र में जैसे जन्म में और मृत्यु के बीच में एक समय, यही समय है जीवित. ജനിക്കുമ്പോഴും നിന്നെ എടുക്കണം, മരിക്കുമ്പോഴും നിന്നെ എടുക്കണം. जब जन्म होंगे तभी आपको उठाना है और मृत्यु के समय भी आपको उठा के ले जाना है. ഒറ്റ കുഞ്ഞു പോലെ ഇന്ന് വരെ നടന്നുകൊണ്ട് ശവക്കൊട്ട കിടന്നിട്ടില്ല. कोई भी लाश पैदल चल के स्मशान घाट और नहीं गया. കുഴിയെല്ലാം വിട്ടേച്ച് ഞാൻ ഇന്ന് മരിക്കാൻ പോവാ എന്ന് നടന്നു പോയി കുഴിക്കകത്ത് കയറി ആരും കിടന്നിട്ടില്ല. कोई भी व्यक्ति आज में मरने जा रहा है चल चल कर स्मशान घाट को और नहीं गया. എല്ലാവരും എടുത്തുകൊണ്ടാണ് പോകുന്നത്. सब लाश को उठा के ले गया. അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രത്യാശയോടെ പറയാം, आज आशा का साथ बताना है, കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. जो यहाँ पर देखते इस थोड़ी समय के लिए, जो अनंत काल के लिए एक चीज है. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറയുമ്പോൾ ഉറക്ക സ്വതന്ത്രം പറയാമെന്നാണ് വിചാരിച്ചത്. मैं सोचता था आप जोर से हालेलुया बताएंगे. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. जो भी आपका नजर में है वो थोड़ी देर के लिए, एक अनंत काल के लिए क्या है. നമ്മളെ റിയാലിറ്റി എപ്പോഴും റിയാലിറ്റിയായിട്ട് തന്നെ മനസ്സിലാക്കണം. हम सच्चाई को सच्चाई जानना, നമ്മളെ റിയാലിറ്റി വരുമ്പം നമ്മൾ കണ്ണിങ്ങനെ അങ്ങ് മാറ്റും. और अब सच्चाई बताते वक्त हम सिर उधर उधर मोड़ लेते हैं. ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിലാണ് പഠിച്ചത്. मैं जो डिग्री SP कॉलेज में അപ്പൊ കോളേജ് വിട്ട് പിള്ളേർ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നൊരു പോക്കുണ്ട്. जब कॉलेज जो क्लास के पश्चात जो बच्चे जो പിള്ളേർക്ക് അതൊരു പോക്കാ. जो बच्चे एक ही साथ जाते थे, ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ രസമാ പോക്ക്. जो कक्षा में बैठने से अलावा उससे उत्साहित है वे बस में चढ़ने के लिए. ചില വിചാരിക്കുക ഞാൻ പിള്ളേരായാൽ മതിയായിരുന്നെന്ന്. कुछ लोग सोचते अभी भी बच्चे होने से अच्छा था. ആയ കാലത്തൊക്കെ അടിച്ചു പൊളിച്ചു വരെ ഇരിക്കുന്നത് എനിക്കറിയാം. जो यहाँ पर जो लोग बैठे हैं जो बचपन में जिंदगी मजा से जीता है, പമ്മി ഇരിക്കുന്നതേ ഉള്ളൂ. अभी चुपचाप बैठा है. അപ്പോട്ട് ഞാൻ വിഷയം വിടുക. मैं संदेश को वहाँ से उस बात से അപ്പൊ जा रहा ഈ കോളേജിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡ് വരെ പോകുന്ന വഴിയിലെ കടകൾ പലതുണ്ട്. ഷീമാട്ടിയുണ്ട്, പാർത്താസ് ഉണ്ട്, അങ്ങനെ പുളിമുട്ടിലുണ്ട്, ഒത്തിരി കടകളുണ്ട്. जो कॉलेज से जो बस स्टैंड तक जाते वक्त रास्ता में दोनों बाजुओं में कई प्रकार का कपड़ा का दुकान है, कई दुकान दिखाई देते थे. അതിന്റെ മുമ്പിൽ ഈ ബൊമ്മകളെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. उस दुकान का कपड़ा का दुकान का सामने जो मूर्ति को जो बजा के ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സാരികളും അതിന്റെ അതുപോലുള്ള ചുരിദാറും ഒക്കെ അണിയിച്ച് ഇട്ടിട്ടുണ്ട്. और कपड़ा का दुकान का सामने आपको देखा मूर्ति को जो कपड़ा पहना कर ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് അങ്ങോട്ട് പോകുന്നത്. और जाते वक्त सब देखते देखते आनंद बनाते जा रहे हैं. പുതിയ ട്രെൻഡ് എന്ത് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. सब देखते नया ट्रेंड क्या है, പിന്നെ नया कपड़ा कौन से പിന്നെ है, പൈസ കൊണ്ടുവന്ന് അത് മേടിക്കുക. और फिर पैसा कमाएंगे दुकान में जाके वो खरीदेंगे. അപ്പൊ ഈ കടയുടെ ഇടയ്ക്ക് വേറൊരു കടയുണ്ട്. ആ കടയുടെ പേര് പറയാൻ പോയാ.
उस दोनों दुकान के बीच में और एक दुकान है. ആ കടയുടെ പേരാണ് ശവപ്പെട്ടി കട. उस दुकान के बीच में एक एक दुकान है. उसका अंदर जो मृत्यु लाश को रखने वाला पेटी बेचने അപ്പൊ वाला कपड़ा. ടെക്സ്റ്റൈലിലെ ബൊമ്മയെ നോക്കി ചിരിച്ച് അട്ടഹസിച്ച് പോകുന്ന പിള്ളേരെ ശവപ്പെട്ടി കടയോട് വരുമ്പോൾ ഇങ്ങനെ തിരി. जो कपड़ा का दुकान को देख के हंसते हंसते जाने वाले लोग, जो लाश को रखने वाले पेटी बनाने वाला दुकान को देखते, वो उधर से सिर मोड़ के जाएंगे. തലതിരിച്ചെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഒന്നും ഇട്ടേക്കല്ലേ. कोई ऐसा स्टेटस में ना डालना. അപ്പൊ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് അങ്ങ് തലതിരിക്കുക. वो जल्दी से सिर मोड़ लेते, मुंह मोड़ लेते वहां से. അമ്മ എന്താണെന്നറിയാം, അത് കാണാൻ ഇഷ്ടമില്ല. कोई देखने के लिए नहीं चाहते. സാരി കാണാൻ ഇഷ്ടമാണ്, പക്ഷെ ഇത് കാണാൻ ഇഷ്ടമില്ല. कपड़ा देखने के लिए सबको अच्छे लगते. ഒരു രാജാവിന്റെ ചരിത്രം ഒരു രാജാവിന്റെ കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജാവിന്റെ കഥ. एक राजा का दुकान में അദ്ദേഹം ഒരു ദാസനെ ആക്കിയിരിക്കുകയാണ്. എന്നും രാവിലെ അദ്ദേഹം വന്ന് രാജാവ് പറയണം, നീ ഇന്ന് മരിച്ചു പോകും, ഇന്ന് മരിച്ചു പോകും, ഇന്ന് മരിച്ചു പോകും 3 പ്രാവശ്യം പറയണം. जब एक राजा ने अपना दुकान में एक दास को रखा है, दास को यही कर्तव्य दिया, उत्तरदायी दिया. जब राजा आएंगे, दास इस प्रकार बोलना 3 बार बोलना, राजा आप आज मरेगा, राजा आप आज मरेगा करके 3 बार बोलना. അന്ന് പകൽ മുഴുവൻ ആ മനുഷ്യൻ അഹങ്കാരമില്ലാതെ വളരെ മാന്യമായി ജീവിക്കുമെന്ന. ये 3 बार राजा कोई भी व्यक्ति ऐसा सुने, आज आप मर जाएगा, आप जब मर जाएगा, उस व्यक्ति गर्व का साथ ना जिएंगे, नम्रता का साथ जिएंगे. രാവിലെ എഴുന്നേൽക്കുമ്പോ 2 കാര്യം ഓർത്തോണം. जब सुबह आप उठते वक्त 2 बात को आपको याद रखना. ഒന്നുകിൽ ഇന്നെന്റെ മരണം, അല്ലെങ്കിൽ എന്റെ കർത്താവിന്റെ വരവ്. हो सकता प्रभु आज आएगा, न तो आज मेरा मृत्यु होंगे. ആമേൻ. ഞാൻ ഇനി വാക്യം പറയുമ്പോൾ കൈ ഉയർത്തി എല്ലാവരും ചേർന്നെന്ന് പറയണം. आप में बात जो बताएंगे, आप हाथ उठा के 2 കാര്യവും പകുതി ഒന്ന് ഉയർത്തി പിടിച്ചേ. आपका दोनों हाथ ऊपर किए, മനസ്സിൽ നിന്ന് പറയണം, मन से बोलना, ശബ്ദം ഉയർത്തി പറയണം. शब्द उड़ा के बोलना. പൗലോസ് പറഞ്ഞ തന്നെയാ പറയാൻ പോകുന്നത്. पौलुस ने बताया यही बात बताओ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും, प्रभु यीशु मसीह आएगा. പറഞ്ഞാട്ടെ, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാവരും അവനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങൾ എടുക്കപ്പെടുകയും ചെയ്യും. Amen. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. കൈകൾ അടിച്ച് ഉറക്കെ സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. परमेश्वर का दास ने पहले थिस्सलुनी 4:16 में लिखा हुआ आयत यहाँ पर पढ़ के सुनाया, जब प्रभु यीशु मसीह स्वर्ग से उतर आएगा, उस वक्त जो मसीह में मरे हैं वे जीवित उठेंगे, और जो जीवित है वे स्वर्गीय शरीर ഈ प्राप्त करेंगे. മാസം മുഴുവൻ കർത്താവിന്റെ പേരയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കളോട് എനിക്ക് പ്രാരംഭത്തിൽ പറയാനുള്ളത്, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കണം. परमेश्वर के सेवकाई के लिए तैयार होने वाले लोगों से मैं बताना चाहता हूँ, मसीह का दोबारा आगमन के लिए भी आप तैयार होना है. നമ്മൾ ഒരുങ്ങുമ്പോൾ ഒരുങ്ങാത്തവരെ ഒരുക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. जब हम तैयार हो, मसीह का दोबारा आगमन के लिए तैयार होते वक्त जो लोग तैयार नहीं है उनको भी तैयार करना. ഈ സത്യം അറിയാത്ത ആളുകൾ നമ്മുടെ ചുറ്റും കിടക്കുകയാണ്. यदि ये सच्चाई को कोई ना जानते तो 97% ആളുകളും ഇന്ത്യയിൽ യേശുവിനെ അറിയുന്നില്ല. 97% लोग और भारतवर्ष में यीशु मसीह को ना जानते. 2000 വർഷമായിട്ടും ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ 2% കിടക്കുകയാണ്. अभी 2000 साल बीत गए, केवल 2% लोग हैं ईसाई लोग हैं भारतवर्ष का अंदर. പാസ്റ്റർ പി ജെ തോമാച്ചാൻ ഷാരോൺ ഫെലോഷിപ്പിന്റെ ചർച്ചിന്റെ പ്രസിഡന്റാണ്. പി ജെ തോമാച്ചാനും ഞാനും കൂടി ഒരു ദിവസം വൈകിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ, എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഭാരം ഭാരതത്തിൽ സുവിശേഷം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരാമയുടെ പുറത്ത് 2000 വർഷത്തിന് മുമ്പ് സുവിശേഷം എഴുതി വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിച്ചേനെന്ന്. एक भक्त के साथ में जब बातें करता तब उस भक्त ने इस प्रकार कहा, देखो भारत वर्ष के अंदर हम सुसमाचार ना पहुंचाया, और उसने इस प्रकार कहा, और एक कछुआ का ऊपर सुसमाचार रख के, और उत्तर से केरल से लेकर उत्तर भारत तक
जाने से भी सुसमाचार पहुंच जा सकता था। इतने देरी में सुसमाचार पहुंच रहे। എപ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്. उस वक्त का शब्द हमेशा मैं याद करता हूँ। സുവിശേഷം 2000 വർഷമായി എത്തിയിട്ടും ഭാരതത്തിൽ ഇന്ന് 2.5% ഇത് അറിയുന്നവരുള്ളൂ. 2000 साल पूर्व सुसमाचार भारत वर्ष के अंदर पहुंच गया है, लेकिन 2% लोगों के पास सुसमाचार पहुंचा है। നമുക്കൊരു ആയുസ് തന്നിട്ട് എത്ര പേരോട് നമ്മൾ സുവിശേഷം അറിയിച്ചു? मैं आपसे पूछना चाहता आपको इस आयुष में आप कितने लोगों के साथ सुसमाचार बांटा है? ആരെങ്കിലും പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഈ കൃപയിലേക്ക് വന്നത്. कोई किसी ने आपका पास आकर सुसमाचार जरूर कहा है, इसलिए आप यहाँ पर बैठा है। അപ്പൊ നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞ ആ സത്യം മറ്റുള്ളവരോട് പറയണ്ടായോ? आपको भी ये याद रखना, ये सच्चाई आप औरों के साथ बताना है। ആമേൻ. आमीन। ചില വർഷം ഒരു 5-6 വർഷത്തിന് മുമ്പ് लगभग 6 साल पूर्व ദൂരെ ഒരു മനുഷ്യൻ തിരുവല്ലയിൽ വന്നു ആത്മഹത്യ ചെയ്യാനായിട്ട്. തിരുവല്ലയിൽ വന്ന് ആത്മഹത്യ ചെയ്യാൻ दूर से एक व्यक्ति तिरुवल्ला क्षेत्र में आके अपना खुदकुशी करने के लिए ബാറിൽ കയറി കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. और दारू पी के सुसाइड करने के लिए आया। അദ്ദേഹം തിരുവല്ലയിൽ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ കൊണ്ട് ട്രാക്ട് കൊണ്ട് കൊടുത്തു. जब वो वहां पर तिरुवल्ला में आया तब एक सेवक ने जाके उनका पास एक पर्चा पकड़ाया। അദ്ദേഹം അത് വാങ്ങി उस व्यक्ति ने उस पर्चा पकड़ा, ले लिया ചുരുട്ടി പോക്കറ്റിലിട്ടു. और ये मोड़कर अपना जेब में डाला है। രാത്രി മരിക്കാൻ തീരുമാനിച്ചപ്പോൾ रात को वो मरने के लिए चाहता था। പോക്കറ്റിലുള്ള എല്ലാം ചുമ്മാ ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ പേപ്പർ കണ്ടു. उसने जेब में ढूंढा कुछ है करके तब ये पर्चा देखा है। ആത്മഹത്യ ചെയ്യരുത്, നീ മരിച്ചാൽ നിത്യത എവിടെയെന്നാണ് ഹെഡിങ്. उस पर्चा का हेडिंग ये, आप सुसाइड नहीं करना, यदि मरने से आपका आनंद जीवन का है, आपका जीवन कहाँ पर है। എന്തോ ഏതാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. उनको कुछ भी समझ में नहीं आया। താൻ ചെയ്യാൻ പോകുന്ന കാര്യം ചെയ്യില്ലെന്ന് എഴുതി കണ്ടപ്പോൾ അദ്ദേഹം വിറച്ചുപോയി. जो बात वो करने के लिए चाहता है उसमें लिखा है आपको सुसाइड नहीं करना। ആ ട്രാക്ട് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ उस पर्चा उसने पूरा पढ़ लिया। ഏതൊരു സമാധാനം അകത്തേക്ക് വരുന്ന പോലെ തോന്നി. पढ़ने के पश्चात उनका दिल का अंदर एक शांति उनका दिल का अंदर आया। ആരും ഒന്നും പറഞ്ഞില്ല. किसी ने कुछ भी ना कहा। ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. परमेश्वर का वचन को परमेश्वर का साथ शक्ति है। അത് ഇടിച്ച് അകത്ത് കയറും. हमें जो परमेश्वर का वचन आपका दिल का अंदर आएगा। ഒരാത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വിലയേറിയതാണ്. आत्मा का कीमत और इस संसार से भी ज्यादा है। हालेलुया। പേപ്പറിന്റെ അകത്തെ വാക്കുകൾ അഭിഷേകമായി അത്ഭുതമായി മാറി. जो पर्चा का अंदर जो लिखा है उस शब्द उसका अंदर एक अनुग्रह एक अभिषेक बन गया है। വായിച്ച് ഏറ്റവും അവസാനം വന്നപ്പോൾ जो पढ़ने के वक्त एक आखिरी में ഒരു ടെലിഫോൺ നമ്പർ उसी खड़ी उनको एक टेलीफोन भी आ गया। അദ്ദേഹത്തിന് ഈ ഫോൺ നമ്പറിൽ വിളിച്ചു. उस फोन नंबर उस पर्चा में फोन नंबर लिखा है, उस फोन नंबर में उन्हें फोन मिलाया। ഞാൻ മരിക്കാൻ തീരുമാനിക്കുക. वो उस व्यक्ति ने कहा मैं मरने के लिए चाहता हूँ। ആമേൻ. നിങ്ങളുടെ ഒരു പേപ്പർ എൻ്റെ കിട്ടി. आपका एक पर्चा मेरे हाथ में पहुंच गया है। അത് വായിച്ചപ്പോൾ മരിക്കണ്ടെന്ന് തോന്നി. उस पर्चा में लिखा है ना मरना। എന്നെ രക്ഷിക്കാൻ പറ്റുമോ? आप मुझे बचा सकता क्या? അങ്ങേ തലക്കത് ചോദിച്ചു, എവിടെ നിൽക്കുന്നേ? उसने फोन उठाया, उसने पूछा आप कहाँ पर खड़ा है? അദ്ദേഹം സ്ഥലം പറഞ്ഞു. उसने जगह बोला, क्षेत्र बोला। ആ ട്രാക്ടിന്റെ ഉടമസ്ഥൻ പറന്ന് അവിടെ എത്തി. उस ट्रैक्ट जिसने लिखा है, जो उसने दिया है, उसने जल्दी उनका पास ആ आया। മനുഷ്യനെ കൊണ്ട് തന്നെ വീട്ടിൽ പോയി. उस व्यक्ति का घर गया। കർത്താവിന് സ്തോത്രം. परमेश्वर के नाम की महिमा। രാത്രി യേശുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുത്തു. उसी रात उसने यीशु मसीह के बारे में सुसमाचार उनसे कहा। അവൻ അന്ന് രാത്रि രക്ഷിക്കപ്പെടാൻ കർത്താവ് സഹായിച്ചു. आमीन। उसी घड़ी उसी रात उसने अपना यीशु मसीह को अपना उद्धारकर्ता स्वीकार किया। ഇന്ന് തന്നെ അയക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം പറയുകയും ആമേൻ മദ്യം ഉപയോഗിക്കുന്നവരുടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീനായ ഒരു കർത്താവിന്റെ ദാസനായി അദ്ദേഹം മാറാനിടയായി തീർന്നു. भविष्य में वो जगह जगह में जाके क्षेत्र में जाके सुसमाचार बताने वाला एक सेवक बन गया। ആമേൻ. आमीन। വല്ലതും हमको മനസ്സിലാകുന്നുണ്ടോ? कुछ समझ में आ रहे? നമ്മൾ വെച്ച ബോർഡുകളൊക്കെ കാണുമ്പോൾ ആളുകൾ നമ്മളെ വിളിക്കുന്നുണ്ട്. हमने जो सेवाएं के लिए तिरुवल्ला क्षेत्र में कई बोर्ड लगाए हैं, उस बोर्ड में नंबर दिया है, उस नंबर देके कुछ लोग हमें भी हमसे भी बातें करते हैं। കോട്ടയത്ത് നിന്ന് ഇപ്പോഴല്ല, 10 വർഷത്തിന് മുമ്പ് കോട്ടയത്ത് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു. 10 साल पूर्व कोटयम से एक व्यक्ति ने मुझसे फोन की। ഞങ്ങൾ കടം കയറി മുങ്ങുകയാണ്, ഇന്ന് രാത്രി മരിക്കാൻ തീരുമാനിച്ചു, നിങ്ങളുടെ നമ്പർ കിട്ടി, നിങ്ങളെ വിളിക്കുകയാണ്, എന്നെ രക്ഷിക്കാൻ പറ്റുമോ? वे कहने लगे हम आज रात मरने जा रहे हैं, आपका नंबर हमारे पास आ गया, आप हमें भेजा सकते हैं क्या?
മരിക്കാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് വിളിക്കുക. वे मरने के लिए तैयार है, कोटेन से फोन की. ആമേ, എനിക്ക് ഒരു പ്രത്യേക സമയമായതുകൊണ്ട് അവിടെ ഓടിയെത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. वो ऐसा घड़ी था, मैं वहां पर पहुंच नहीं सकता था. നമ്മുടെ പാസ്റ്റർ BP ഫിലിപ്പ് അന്ന് കോട്ടയത്ത് ഇരിക്കുന്ന സമയമാണ്. उस समय पास्टर VM फिलिप का बेटा जो VP फिलिप उस सेवाई क्षेत्र में सेवाई कर रहा ഞാൻ था. അദ്ദേഹത്തിന് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ദയവായിട്ട് ലോഡ്ജ് വരെ ഒന്ന് പോയി സംസാരിക്കാമോ? मैं उनसे इस प्रकार कहा, आप जल्दी से जल्दी इस व्यक्ति से बातचीत कर दीजिए. അദ്ദേഹം അവിടെ ഓടിയെത്തി. उसने वहां पर पहुंच गया. അന്ന് രാത്രി അവരോട് സംസാരിച്ചു. उसी रात ही उनसे बातें की. അന്ന് രാത്രി അവർ യേശുവിനെ കാണാനിടയായി തീർന്നു. उसी रात उस व्यक्ति जो मरने के लिए चाहता था, यीशु मसीह को अपना उद्धारकर्ता नाते अंगीकार കൂട്ട किया. ആത്മഹത്യ എന്ന് പിറ്റേ ദിവസം പേപ്പറിൽ ഫോട്ടോയും ന്യൂസിൽ വരേണ്ട സ്ഥാനത്ത് ദൈവം ഇറങ്ങി വന്ന് സഹായിച്ചു. और अगले दिन वे मरने का जो वार्ता अखबार में आ रहा था, लेकिन हमारा परमेश्वर ने उनको बचाया है. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ रहा है क्या? കൈ അടിച്ചൊരു സ്വതന്ത്രം പറഞ്ഞ तालियां बजा के शब्द उड़ाकर प्रभु का धन्यवाद कीजिए. तालियों में हमारा परमेश्वर बजाने वाला परमेश्वर है. ശക്തിയോടെ ദൈവത്തിന് സ്വതന്ത്രം പറ. शक्ति के साथ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. एक सच्चाई में आपसे बताना चाहता हूँ. നമ്മുടെ കേരളത്തിന്റെ മണ്ഡലങ്ങളിൽ ഉപരിമണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്ന 2-3 അന്ധകാര ശക്തികളുണ്ട്. हमारे केरल वर्ष में जो वातावरण में और काम करने वाले कुछ शक्तियां है, अंधेरे का शक्तियां है. ശ്രദ്ധിച്ചു കേട്ടോണം. ध्यान से सुनो. ആമേൻ. आमेन. സാക്ഷരതയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. हमारा केरल जो लिखा पढ़ा में 100% पहुंच गया है. പക്ഷെ ദുഃഖത്തോടെ പറയട്ടെ, मैं दुख के साथ बताना चाहता हूँ, മദ്യപാനത്തിലെ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. हमारा केरल वर्ष में सबसे ज्यादा लोग दारू भी पीते रहते हैं. ഈസ്റ്ററിനും ക്രിസ്മസിനും ഓണത്തിനും കേരളക്കാരെ കുടിക്കുന്ന മദ്യം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റുകാരും കുടിക്കുന്നില്ല. त्योहार के समय में जो केरल वर्ष से कुछ लोग दारू पीते, ऐसा दारू भारत वर्ष का कोई स्टेट का लोग ना पीते. ഗവൺമെന്റിന്റെ വലിയ സോഴ്സ് ആണ് മദ്യം വിൽക്കുക എന്ന് और പറയുന്നത്. सरकार के लिए भी एक आमदनी का काम है शराब बेचना. മനുഷ്യനെ നശിപ്പിച്ചിട്ടാണോ ഈ സോഴ്സ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. कभी कभी इस प्रकार सोचा इंसान को नाश करके इस प्रकार आमदनी क्यों में जाना. ദൈവമക്കളെ, മദ്യപാനത്തിനെതിരായി നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. आप लोग और इस बात के लिए प्रार्थना करना. ആ പിശാചിനെ കേരളത്തിൽ നിന്ന് പുറത്തു കളയാൻ നിങ്ങൾ इस പ്രാർത്ഥിക്കണം. प्रकार शराब का जो शक्ति को केरल वर्ष के अंदर से प्रभु बाहर करना. കൈയടിച്ച് സ്തോത്രം പറ. तालियां बजा के प्रभु का धन्यवाद कीजिए. മദ്യത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികള് ആത്മാവിൽ പോരാടണം. जो शराब के पीछे जो कार्य करने वाला, जो अंधकार का शक्ति के खिलाफ हमें कार्य करना. പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ശത്രുവിനെ ജയിക്കാനൊക്കത്തില്ല. केवल प्रार्थना का द्वारा ही ये शक्ति बाहर होंगे. Praise the Lord. प्रभु के नाम की महिमा हो. മസ്തേർ സ്വതന്ത്രം പറഞ്ഞാട്ടെ. धन्यवाद दे दीजिए. രണ്ടാമത്തെ പിശാച് എന്താണെന്നറിയാമോ? दूसरा शक्ति क्या है? എന്താണെന്നറിയാമോ? ആത്മഹത്യയാണ്. वो अब सुइसाइड करना. ഒരു വർഷം 10,000-ഓളം ആളുകൾ ഇവിടെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. एक साल का अंदर लगभग 10,000 से अधिक लोग केरल वर्ष का अंदर आत्महत्या कर रहे हैं. ഒന്നും ഒറ്റയുമായിട്ടാണ് ന്യൂസ് വരുന്നത്. 1 और 2 इत्यादि नंबर में न्यूज में आ रहे हैं. പക്ഷേ ആളുകൾ ആത്മഹത്യയിലേക്ക് നീങ്ങിയാണ്. वे लोग आत्महत्या का और जो सुइसाइड को 9,878 പേര് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്ത് ഞാൻ റിപ്പോർട്ട് വായിച്ചു. एक रिपोर्ट में मैंने पढ़ा लगभग 10,000 करीब 10,000 लोग जो सुइसाइड किए हैं. 15 वयസ്സിൽ താഴെയുള്ള 186 കുഞ്ഞുങ്ങൾ സൂയിസൈഡ് ചെയ്തെന്ന്. लगभग 15 साल के नीचे जो आयु में 186 जो बच्चे 15 साल का नीचे जो लोग सुइसाइड किए. നിങ്ങൾക്കൊരു വേദന തോന്നുന്നില്ലേ? आपको कुछ दर्द है? നിങ്ങൾക്കൊരു ഭാരം തോന്നുന്നില്ലേ? आपको जीवन के अंदर कुछ दर्द है क्या? നമ്മുടെ വീട്ടിൽ സംഭവിച്ചാലോ? यदि अपना परिवार में ऐसा घटना നമ്മളെ ആർക്കെങ്കിലും സംഭവിച്ചാലോ? यदि आप लोगों का रिश्तेदार में ऐसा कोई हो, അവർക്ക് കൊടുക്കാൻ നമുക്ക് എന്തോ ഉണ്ട്? आपका पास क्या है उनको देने के लिए? ഇവരൊക്കെ സ്വോത്രം പറഞ്ഞ് ബിരിയാണി അടിച്ചോണ്ടിരുന്നാ മതിയോ നമ്മളെ? केवल बिरयानी और सच्चा स्वादिष्ट खाना खा के ना बैठना. ആമേൻ. ആമേൻ. നീ അറിഞ്ഞ സത്യം നീ പറയാൻ തയ്യാറാകുന്നില്ലേ? जो सच्चाई आपको भेजाया उस सच्चाई औरों को बताना है. ആമേൻ. आमेन. ആമേൻ. आमेन. ആമേൻ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ
परमेश्वर का जो ताकत सामर्थ आपको ऊपर आएगा। ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. मैं एक बात को विश्वास करता हूँ, സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു പൈശാചിക ശക്തിയാണ്. जो आत्महत्या करना, सुसाइड करना, ये शैतान का कार्य है, ഒരു പൈശാചിക ശക്തിയാണ്. ये शैतान का कार्य ആ है। പൈശാചിക ശക്തികളെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയിക്കണം. और इस शैतान के कार्य के लिए हमें खिलाफ हमें प्रार्थना करना। എത്ര പൂജ നടത്തിയാലും ഇതിനെ ജയിക്കാൻ പറ്റത്തില്ല. यदि आप प्रार्थना करने से भी जितने ताकत का शक्ति हो, प्रार्थना को ऊपर नहीं आएगा। എത്ര മന്ത്രവാദം നടത്തിയാലും ഇതിനെ ജയിക്കാനൊക്കത്തില്ല. चाहे कितने तंत्र पूजा करे, इस शक्ति से ऊपर नहीं आएगा। ഇതിന്റെ താക്കോൽ ദൈവം നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. इस बात का कुंजी आपका हाथ में दिया गया है। നീ ഇവിടെ കെട്ടിയാൽ അവിടെ കെട്ടും, ഇവിടെ അഴിച്ചാൽ അവിടെ അഴിയും. यदि आप यहाँ पर बांधो, स्वर्ग में बांधा जाएगा, यहाँ पर खोलो जाए, स्वर्ग में भी खुली जाएंगे। ആന്റി നിന്റെ കയ്യിലാ ഈ കെട്ട് ദൈവം ഈ താക്കോൽ ദൈവം തന്നിരിക്കുന്നത്. परमेश्वर ने आपको सामर्थ दिया गया है। പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? आपको समझ में आ ഇന്ന് रहा है? പരിശുദ്ധ എന്നോട് പറഞ്ഞ് നീ ജനത്തോട് പറയണം, पवित्र आत्मा मुझसे ये कह रहा है, लोग से ये बताना, കൊട്ടിയും പാടിയാ പോരാ, केवल तालियां बजाकर आराधना ഇത്രയും कर, പേര് പോരാ, ഇത്രയും പേര് പോരാ. इतने लोग हमारे लिए संतृप्त नहीं है। തിരുവല്ലായി ഒന്ന് പിടിച്ചു കുലുക്കണം. अब तिरुवल्ला को हिलाना है, അണ പൊട്ടി ഒഴുകുന്നത് പോലെ और यहाँ से लोग അഭിഷേകത്തിന്റെ ശക്തി और ताकत का शक्ति തിരുവല്ല പട്ടത്തിൽ ആഞ്ഞു വീശണം. और सामर्थ का शक्ति, अभिषेक का शक्ति तिरुवल्ला क्षेत्र में आना है। സാത്താൻ കെട്ടിയ ചില കഴുതകളെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുകൊണ്ട് വരണം. और यीशु नासरी के नाम में कुछ लोग हमें खोल के लेके आना। അതിനുള്ള അധികാരം ദൈവം തന്നിട്ടുണ്ട്. परमेश्वर ने आपका हाथ में अधिकार दिया गया है। നിങ്ങൾ ചെല്ലുമ്പോൾ കഴുതയെ കെട്ടിരിക്കുന്നത് കാണും. हो सकता है आप जाते वक्त गधा को बांधे हुए देखेंगे, നിങ്ങൾ ആ കഴുതയെ അഴിച്ചുകൊണ്ട് വരണം. आप गधा को खोल के लेके आना। അതിന്റെ ഉടമസ്ഥൻ ചോദിക്കുക എന്തിനാ അഴിച്ചുകൊണ്ട് പോകുന്നത്? वो मालिक पूछेगा क्यों आप ले जा रहे हैं? അപ്പോൾ നീ പറയണം ആമ യജമാനന് ഉടമസ്ഥന് അതിന് ആവശ്യമുണ്ടെന്ന്. तब अब बताना वर स्वामी के लिए आवश्यकता है। ശരിയായ ഉടമസ്ഥൻ അവനല്ല, ശരിയായ ഉടമസ്ഥൻ ദൈവമാണ്. सचमुच जो हमारा स्वामी कौन है? हमारा परमेश्वर है। ഇന്ന് പകൽ ആത്മാക്കളുടെ ഉടമസ്ഥനായ സർവശക്തനായ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. തിരുവല്ലായി പരിസരം കെട്ടപ്പെടുന്ന കഴുതകളുണ്ട്, അതിനെ അഴിക്കാനുള്ള അധികാരം ഇന്ന് മുതൽ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. परमेश्वर आपसे बताना, परमेश्वर बताते हैं आपको परमेश्वर ने ऐसा अधिकार दिया है। आमीन। तिरुवल्ला क्षेत्र में कुछ आमीन। लोग हैं नाश को ओर जा रहे हैं, उन्हें खोल के लेके आना आमीन। अधिकार दिया गया है। ആമേൻ. आमीन। കൈയടിച്ച് സ്വതന്ത്രം പറ. तालियां बजा के प्रभु का धन्यवाद दे दीजिए। പാപങ്ങളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. शत्रुओं को तमाम बल को कुचलने के लिए परमेश्वर ने अधिकार दिया गया। ആമേൻ. ഇന്ന് പകൽ ശക്തമായി ദൂത ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. और परमेश्वर ने आपसे बातें कर रहा है। ആമേൻ. आमीन। ദൈവത്തിന് സ്തോത്രം. परमेश्वर की ശമരിയ ക്ഷാമം കൊണ്ട് നിറഞ്ഞു. और शमरिया शाम क्षेत्र को में निकल गरीब के साथ कंगाल के साथ गए ക്ഷാമം കൊണ്ട് നിറഞ്ഞു. और वे खाना पीने के लिए कुछ आई नहीं। ആമേൻ. കുഷ്ഠരോഗികൾ അവിടെ ചെന്നപ്പോ वहां पर कुछ कोड़ी लोग पहुंच गए ആമേൻ അവിടെ മുഴുവൻ ആരുമില്ല. और कोड़ी वहां पर पहुंचे, वहां पर कुछ भी लोग नहीं थे। അവരിഷ്ടം പോലെ വാരി കഴിച്ചു. जो कोड़ी लोग उन्हें अपना जेब भर लिया, थैली भर लिया, वो खा के तृप्त हुए। ഇഷ്ടം പോലെ ശേഖരിച്ചു. वे बहुत कितने कमा सकते वे खा लिया। ആമേൻ. അന്നേരം അവർക്കൊരു ചിന്ത വന്നു. उस समय उनका दिल का अंदर एक चिंता आ गया, നമ്മുടെ വയറ് നിറഞ്ഞു. हमारा पेट भर गया, ആമേൻ. നമ്മുടെ വയറ് നിറഞ്ഞു. हमारे लिए मिल गया। പക്ഷേ സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്ന അമ്മമാർ അവിടെ ഉണ്ട്. और उस शहर के बाहर जो अपने बच्चे को बाल के खाने वाले लोग बाहर है करके, വിശന്ന് വലിയുന്നവരവിടെ ഉണ്ട്. उनके लिए खाना है ही नहीं। ആമേൻ. അവരോട് ഈ വാർത്ത ഒന്ന് അറിയിക്കണം. और इस समाचार उनका पास पहुंचाना है। വാക്യം കേൾക്കണേ. आपको आप ആമേൻ. ध्यान से सुनना। ആമേൻ. ഒന്ന് രാജാക്കന്മാർ 7:8 വായിച്ചപ്പോൾ 1 രാജാക്കന്മാർ 7:8 വായിച്ചേ. पहले राजा 7वां अध्याय 8वां शब्द पढ़ लीजिए। അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിന്റെ പണി പോലെ തന്നെ ആ. അവൻ മണ്ഡപത്തിനപ്പുറം ഒന്ന് രാജാക്കന്മാർ 7:8 ആ അന്നോ ഇതിന്റെ പണി പോലെ തന്നെ 2 രാജാക്കന്മാർ 7:8 വായിച്ചേ. दूसरे राजा 7 का 8। നിങ്ങൾ നാം ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഇവിടെ നോക്കി. 2 രാജാക്കന്മാരാണോ? ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്ത് അത് തന്നെ. ആ
എത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്ന് കുടിച്ച ശേഷം തിന്ന് കുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പോയി ഒളിച്ചു വെച്ചു. അടുത്ത് മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല. അതാണ് നമ്മുടെ വാക്യം. നാം ചെയ്യുന്നത് എന്തല്ല ശരിയല്ല. നമ്മുടെ വയറ് നിറഞ്ഞു, നമ്മുടെ പോക്കറ്റ് നിറഞ്ഞു, നമ്മുടെ പേഴ്സ് നിറഞ്ഞു, നമ്മളൊക്കെ നമ്മൾ സേഫ് കോർണറിലായി. അപ്പൊ അവർക്കൊരു ബോധം വന്നു, നാം ഈ ചെയ്യുന്നത് ശരിയല്ല. वहां पर जो खोड़ी लोग एक एक छावनी में जाके जो भी उनको लेना था ले लिया, सोना चांदी कपड़ा ले लिया, और आपस में जब आए वे कहने लगे जो हम कर रहे हैं सही नहीं है. എന്ത് ചെയ്യണം? आपको क्या करना है? ചെയ്യുന്നത് ശരിയല്ല, जो आप कर रहे हो वो सही नहीं है. വായിച്ചോ. സദൃത്തമാന ദിവസമല്ലോ. ഇത് സദ്വർത്തമാന ദിവസമായി. ഇന്ന് ഗുഡ് ന്യൂസ് പറയേണ്ട ദിവസമാ. वे कहने लगे जो हम कर रहे हैं वो अच्छा काम नहीं है, ये आनंद के समाचार का दिन है. എന്താ പറയേണ്ട ദിവസമാ? ഗുഡ് ന്യൂസ് പറയേണ്ട ദിവസമാ. ये आनंद का समाचार का दिन है. എന്താ ഗുഡ് ന്യൂസ്? പറഞ്ഞ വാക്ക് വായിച്ച്. നാമോ മിണ്ടാതിരിക്കുന്നു. हम लोग चुपचाप बैठते हैं. അടുത്ത വായിച്ച്. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറവ് വരും. അടുത്തത്. ആകയാൽ വരുവീൻ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, രാജ്യം മുഴുവൻ പട്ടിണി കൊണ്ട് പൊളഞ്ഞ് സ്വന്തം പിള്ളേരെ പുഴുങ്ങി തിന്നുമ്പോൾ ഈ രാജ്യത്തിന്റെ അടുക്കൽ എല്ലാം തുറന്നു കിടക്കുക, ഇഷ്ടം പോലെ ഫുഡ്. ആ ഫുഡ് എവർ കണ്ടുപിടിച്ചു, എവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ എവർക്ക് വന്ന ബോധ്യം, ഈ കാര്യം ഞാൻ രാജധാനിയിൽ അറിയിച്ച് ലഭിക്കാത്തവരെ വിവരം അറിയിക്കണം. ये कोड़ी आपस में कहने लगे हम लोग चुपचाप न बैठना, सुबह होने से पहले जाके हम राजमहल में खबर देंगे, क्योंकि हमारे लिए परमेश्वर ने द्वार खुला है. यदि हम चुपचाप बैठे परमेश्वर का दंड हमारे ऊपर आएगा. മനസ്സിലായോ? ആമേൻ. നമുക്ക് 5 നേരത്തിന് 8 നേരം മെസ്സേജ് കിട്ടുന്നുണ്ട്, TV കിട്ടുന്നുണ്ട്, അവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ കിട്ടുന്നുണ്ട്, നമുക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ ഒന്നുമില്ലാതെ തകരുന്ന കുടുംബങ്ങൾ ഉള്ളപ്പോൾ അവരോട് ഈ വിവരം അറിയിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ കുറ്റം നിന്റെ തലേ വരുമെന്നാ പറഞ്ഞത്. हमारे पास कई प्रकार का सुविधा है सुसमाचार सुनने के लिए, लेकिन ऐसा लोग है उनका पास कोई सुविधा है ही नहीं. उनका पास जाके सुसमाचार सुनाना, यदि ना सुनाने से आपको ऊपर दंड आएगा. വിശ്വാസി വന്നിട്ട് 50 വർഷമായി 60 വർഷം ഇന്ന് വരെ ഒരാളോട് പോലും സുവിശേഷം പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഒരു വിശ്വാസി എന്ന് വിളിക്കാൻ ദൈവം ലജ്ജിക്കുകയാണ്. 50 साल हो गया मसीह में आने के बाद और आप तक किसी के साथ सुसमाचार ना सुनाने से आपको विश्वासी नाम कहने के लिए अब लज्जित होना है. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ ഗൗരവമായി കാണണം. आप ये संदेश को ध्यान पूर्वक सुनना. 40 വർഷമായി വിശ്വാസി വന്നിട്ട് ഒരാളെയെങ്കിലും നിങ്ങൾ വിശ്വാസി കൊണ്ടുവന്നോ? मैं आपसे पूछना चाहता हूं 40 साल बीत गए हैं, किसी को भी मसीह में लेके आया क्या? ആമേൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് ഉണ്ടല്ലോ, 0യാ. यदि आप ना लाए तो आपको जो रेटिंग है 0 है. ആര് സ്വതന്ത്രം പറയുന്നത് എനിക്കറിയാം. कोई भी धन्यवाद ना बोल रहे. ഇത് സ്വതന്ത്രം പറയുന്ന ശുശ്രൂഷയല്ല. ये धन्यवाद बोलने का सेवा ही. നിങ്ങളുടെ അകത്തേക്ക് ഇന്ന് പകൽ ഇടിച്ചു കയറണം. ये संदेश आपका अंदर आना है. എൻ്റെ സേഫ് കോർണറിൽ ഞാൻ ഇറങ്ങി ഞാൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ നിങ്ങളുടെ പല കെട്ടുകളും ഇന്ന് പകൽ ദൈവം പൊട്ടിച്ചു തരും. आज अब ऐसा निर्णय ले इस महीने मैं परमेश्वर के लिए कार्य करेगा, ऐसा निर्णय लेते वक्त परमेश्वर कई प्रकार का आशीष आपको ऊपर देगा. സുവിശേഷ വേലയെക്കുറിച്ച് ഗൗരവമായി പറഞ്ഞിരിക്കുന്ന ആളാണ് പൗലോസ്. सुसमाचार सुनाने के बारे में गर्व के साथ बताया हुआ व्यक्ति 1 Corinthians 9 അധ്യായത്തിന്റെ 16 മുതൽ വാക്യം ഒന്ന് വായിച്ചോട്ടെ. पहले कोरिन्थी 9 अध्याय 11 आयत कृपया पढ़ लीजिए. 1 Corinthians chapter 9 verse 16 onwards. पहले कोरिन्थी എല്ലാവരും ബൈബിളും തുറന്നേ. 9 अध्याय 11 शब्द. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ മോളെ എല്ലാവരും എടുത്തോട്ട് പഴയ നിയമത്തിൽ തപ്പുന്നുണ്ട്. എടുത്ത് 1 കൊരിന്ത്യരാ പറഞ്ഞ പേജ് നമ്പർ പറയണോ? പറയാം ഞാൻ 175. ഒന്ന് എടുത്ത് ഈ ആഴ്ചയിൽ ആദ്യമായിട്ട് ബൈബിൾ തുറക്കുക, അന്നേരം സാരമില്ല, തുറന്നു. ഇനിയൊന്ന് വായിച്ച്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. സുവിശേഷം പൗലോസ് പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നു,
എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. यदि मैं सुसमाचार सुनाऊं तो मेरे लिए कुछ घमंड की बात नहीं है. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. നോക്കണേ, ഒരു വിശ്വാസി സുവിശേഷം അറിയിക്കുന്നെങ്കിൽ പൗലോസ് പറയാണ്, എന്താ പറയാണ്? നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ ഞാൻ വാചകം അടിച്ച് നടക്കേണ്ട കാര്യമില്ല. पौलुस बताते सुसमाचार सुनाना अवश्य. പൗലോസിന്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ ആളങ്ങ് പുറത്ത് പറയും. ഇങ്ങനെയൊക്കെ പറയുന്നറിയോ, കപ്പലെ തുടങ്ങി പുതപ്പേ തീർന്നു, പിന്നെ ഒത്തിരി കഷ്ടം സഹിച്ചു, 39 അടി കൊണ്ടു, മാടയ കോടയ, എന്തെല്ലാം കാര്യമാണ് പറയുന്നത്. പക്ഷെ ഈ വാക്യം ഇതുവരെ ആരും കണ്ടിട്ടില്ല. प्रचार करते वक्त हम लोग पौलुस के बारे में, पौलुस के सेवाही के बारे में, कष्ट के बारे में बताते हैं, लेकिन ये आयत कोई ना दोहराता है. പൗലോസിന് 16 ഡിഗ്രി ഉണ്ടായിരുന്നു. कुछ लोग आते पौलुस के पास 16 डिग्री थे, വലിയ ആളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. महान व्यक्ति था. പക്ഷെ ഇത് പറയാൻ ആർക്കും നേരമില്ല, ആരും പറയത്തുമില്ല, കേൾക്കത്തുമില്ല. कुछ कोई भी इस शब्द को ना बताते. ആമേൻ. അതെല്ലാം വിട്ട ഇതാണ് നമ്മൾ ഇന്ന് കേൾക്കേണ്ടത്. और सब छोड़ के और बातों छोड़ के ये शब्द को याद ഒരു അപ്പോസ്തലനായിരുന്നു. प्रेरित पौलुस एक प्रेरित था. നമ്മുടെ അന്നത്തെ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? പൗലോസ്. उस समय का कलीसिया का प्रेसिडेंट था, जो मुख्य था. ആരും ഉറങ്ങല്ലേ, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ഒത്തിരി കാര്യം ഇന്ന് പറയാനുണ്ട്. നിങ്ങൾ ഉറങ്ങിയാലും ഞാൻ പറയും, ഉറങ്ങിയില്ലാലും ഞാൻ പറയും. आप कोई भी सोना नहीं, मतलब यही बातें बताने के लिए. यदि आप सो जाओ फिर भी मैं बताऊंगा. നിങ്ങൾ ചെയ്താലും പറയും, ചെയ്തില്ലേലും പറയും. यदि आप करो ना करो मैं बताते रहूंगा. സ്തോത്രം പറഞ്ഞാലും പറയും, പറഞ്ഞില്ലേലും ഞാൻ പറയും. धन्यवाद करो ना करो मैं बताते रहेंगे. സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. आप चाहता तो आप कर लीजिए. അത് നിങ്ങൾക്ക് വിടുക. आपके लिए एक छुटकारा का काम है. ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുക്കുക, വേണേ മേടിച്ച് കഴിച്ച് സുഖം മാറും, അത്രേ ഉള്ളൂ. और डॉक्टर आपको इलाज करेंगे, दवा देंगे, अब खाने से आपको അങ്ങോട്ട് चंगाई मिलेगी. പറഞ്ഞ് ഇങ്ങോട്ട് എടുത്താൽ നിനക്ക് വിടുതലാന്നാ പറഞ്ഞത്. ये आप स्वीकार करो, अंगीकार करो, आपके लिए छुटकारा है. ഒരു കാര്യം ഉറപ്പ്, നീ വേലയ്ക്ക് വേണ്ടി മുമ്പോട്ട് ഇറങ്ങിയാൽ നിന്റെ പല കെട്ടും കർത്താവ് പൊട്ടിക്കും. यदि आप सेवाई के लिए आगे आए, ये परमेश्वर की आशीष आपको देंगे. നിന്റെ ദൈവഹിതം നിറവേറ്റാത്തത് കൊണ്ടാണ് പലതും നീ ബന്ധിക്കപ്പെട്ടു പോയിരിക്കുന്നത്. और कई बात में आप बांधा हो गए और अभी भी Amen. फंसा हुआ है. ഇന്റർനാഷണൽ ശുശ്രൂഷ ഉണ്ടായിരുന്ന, അപ്പോസ്തോലിക ശുശ്രൂഷ ഉണ്ടായിരുന്ന, നടന്നു പോകുമ്പോൾ നിഴൽ തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന, തുവാല പ്രാർത്ഥിച്ചു കൊടുത്താൽ ദേഹത്തിട്ട സൗഖ്യമാകുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, 10-40 മണി കർത്താവിന് വേണ്ടി കൊള്ളുന്ന 14 ലേഖനങ്ങൾ എഴുതിയ പൗലോസ് പറയുക, എനിക്ക് സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. प्रेरित पौलुस बताता है, यदि मैं सुसमाचार ना सुना हो मेरे लिए हाय. നമ്മൾ ഈ റോഡ് സൈഡൊക്കെ പരസ്യം നടത്തുന്നവരെ കാണുമ്പോൾ നമുക്കൊരു നാണംകേട് പോലെ, അവൻ എന്തു ഒറ്റയ്ക്ക് ഞാനൊക്കെ പറഞ്ഞു വീട്ടിലങ്ങനെ കയറിപ്പോ എന്നാ നമ്മുടെ മനസ്സിൽ, നമ്മുടെ കാര്യം, നമ്മുടെ ചിന്ത. എന്നെ ഈ പറയുന്നത് ആര് കേൾക്കാനാ? ഇതൊക്കെ നമ്മൾ പറയുന്നത്. जब हम सफर करते वक्त सड़क के किनारे में खड़े होकर कुछ लोग जो सुसमाचार सुनाते, हम इस प्रकार बताते, क्यों ऐसा कर रहे हैं, अच्छा नहीं लग रहे हैं. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പരസ്യം നടന്നത് തിരുവല്ല ടൗണില്. पिछले इतवार को शाम को हमारा जो पब्लिक मीटिंग जो तिरुवल्ला सिटी के टाउन में हुई. ഇത്രയും നാള് നടത്തിയ പരിശ്രമങ്ങൾ വെച്ച് ഏറ്റവും മനോഹരമായ പരിശ്രമമായിരുന്നു. कई साल से हम करते आ रहा है, लेकिन उससे बढ़कर पिछले हफ्ते और एक ഞാൻ समाज നിങ്ങളോട് കഴിഞ്ഞ सेवाई करने के लिए ആഴ്ച അനൗൺസ് ചെയ്തത് കേട്ട് നിങ്ങൾ ഏറിയ പങ്കാളികൾ കടന്നു വന്നു. നിങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. मैं आपको सूचना दिया गया और सुनकर आप लोग अंगीकार करके कई लोग, बहुत से लोग वहां पर आए. आपको मैं और आपको मैं धन्यवाद देता हूँ. അത്രയും പേര് തിരുവല്ല ട്രാൻസ്ഫർ സ്റ്റാൻഡിന് മുമ്പിൽ അണിനിരന്നപ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഒരു കെട്ട് കർത്താവ് പൊട്ടിച്ചിട്ടുണ്ട്. लगभग 200 से अधिक लोग वहां पर उपस्थित थे. उतने लोग वहां पर प्रार्थना करते वक्त और तिरुवल्ला को प्रभु संदर्शन करेंगे. അവസാനത്തെ പാട്ട് പാടിയപ്പോൾ അസാമാന്യമായ ദൈവശക്തി വ്യാപരിച്ചു. जो सेवाई के समाप्त में हम गाना गा के प्रभु के नाम की എന്റെ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കി, ആ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ തിരുവല്ലയിൽ പോരാടിയ അന്ധകാര ശക്തിയുടെ കെട്ട് കർത്താവ് അഴിച്ചെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. उस वक्त मुझ में समझ में आ गया और तिरुवल्ला क्षेत्र में जो अंधकार का काम किया, उस शक्ति को प्रभु ने निर्मूल किया है. സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തു. ഏകദേശം 1.25 ലക്ഷം ആളുകളും ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ അത് നേരിട്ട് കാണാനിടയായി തീർന്നു. सोशल मीडिया में हम लोग उसको दे दिया और लगभग 2 लाख लोग उस सेवाई को देखे. ഇന്നലെ കാനമച്ചന്റെ അടക്കത്തിന് പോയപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുക്കൽ ഓടി വന്ന്, എൻ്റെ പൊന്നു പാസ്റ്ററെ, അയ്യോ അത് കണ്ട് ഞങ്ങളുടെ പെരയ്ക്കകത്ത് ആത്മാവിലായി.
जब कुछ कल में वहां पर कुछ सेवा के लिए गए तब कुछ लोग मेरे पास दौड़ के आकर कहा हम लोग देखते थे तब हम लोग भी आत्मा में मर गए നിങ്ങൾ എങ്ങനെ റോഡിൽ നിന്ന് ഇങ്ങനെ തുള്ളിച്ചാടി ആരാധിക്കാൻ പറ്റും? वे मुझसे पूछा आप कैसे ये कर सकते हैं सड़क के किनारे में खड़ा होकर नाचते। ഒരു കാര്യം ഞാൻ പറയാം, एक बात मैं बताना चाहता തിരുവല്ലായുടെ കെട്ടുപൊട്ടിക്കാൻ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. हूं और परमेश्वर ने ऐसा शक्ति हमें दिया है क्षेत्र में कार्य करने के लिए। കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. तालियों बजा के प्रभु को धन्यवाद दे ആമേൻ. दीजिए। തിരുവല്ലായുടെ കെട്ടുപൊട്ടിക്കാൻ ദൈവം ഈ സഭയെ കണ്ടിരിക്കുകയാണ്. परमेश्वर ने कलीसिया को अधिकार दिया है तिरुवल्ला क्षेत्र में कार्य करने के लिए। ഇത് ഉറങ്ങാനുള്ള സമയമല്ല, ये सोने का वक्त नहीं है, ഇത് മയങ്ങാനുള്ള സമയമല്ല. ये केवल समय को व्यर्थ करना नहीं, Alert ആയിട്ടിരിക്കണം. हम जागृति से बैठ रहे हैं। റെയിൽവേ ക്രോസ് ഉണ്ട്, റെയിൽവേ ക്രോസ്. यहाँ पर रेलवे क्रॉस है। അവിടെ ട്രെയിൻ പോകുമ്പോൾ അവിടെ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും ഒരുത്തിന് അവിടെ ആക്കിയിട്ടുണ്ട്. वहाँ पर एक व्यक्ति को नियुक्त किया है जो गेट खोलने के लिए और बंद करने के लिए। ട്രെയിൻ വരുമ്പോൾ അവൻ ഉറങ്ങി ഗേറ്റ് അടയ്ക്കാതെ പോയി വണ്ടി കയറി ചത്തുപോയാൽ ആദ്യം പിടിക്കുന്ന അവനെയാ, കാരണം അവൻ ഉറങ്ങാൻ പാടില്ല, അവൻ അലേർട്ടായിട്ടിരിക്കണം. वहाँ पर कर्मचारी को रखा है, अगर वो सो गया तो अगर कोई रेलवे क्रॉस पार करके मर गया तो सबसे पहले कर्मचारी को पकड़ेंगे। നാശത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ അവരെ ജീവനോടെ വിടുവിക്കാൻ ആ സമയം നീ ഉറങ്ങാൻ പാടില്ല, നീ ഉണർന്നിരിക്കണം. लोग नरक की ओर जा रहे, नाश की ओर जा रहे और उनको बजाना अपना कर्तव्य है, उस घड़ी आपको सोना नहीं। നിങ്ങൾ ഇന്ന് വരെ കേട്ട മെസ്സേജിൽ വെച്ച് ഏറ്റവും ഗൗരവമായ മെസ്സേജ് പറയുകയാണ്, ഉറങ്ങരുത്, ഉണർന്ന് യേശുവിന്റെ നാമത്തെ ഉയർത്തണം. मैं आपसे बताना चाहता हूँ सभी व्यर्थ न करना, सोते ना रहना, जागृति होना और परमेश्वर के काम करना ही आवश्यक। പ്രേസിലെ സഭയോട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഉറങ്ങാനുള്ള സമയമല്ല, ദൈവത്തിന്റെ നാമത്തെ ഉയർത്താനുള്ള സമയമാണ്. मैं आपसे बताना चाहता हूँ ये घड़ी परमेश्वर के लिए काम करने का घड़ी है। നമ്മുടെ സാമുട്ടം കഴിഞ്ഞ ആഴ്ച മുഴുവൻ കോഴിക്കോടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഭജനവുമായി പോയിരിക്കുകയായിരുന്നു. मेरे भाई जो साम चन्नीतला पिछले हफ्ते कोഴിക്കോട് में गांव में जाके सेवाई करता था। ദൈവത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर उन्हें आशीष दे। പലർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ये ऐसा कार्य वो करते आ रहा है, कोई लोग करने के लिए आगे नहीं आए। കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ച സ്കിറ്റ് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി മാറി. वो पिछले हफ्ते जब हमारा जो मीटिंग में सेवाई में जो स्किट और वो प्रकट किया कई लोगों के लिए आशीष का कार्य। അവിടെ വന്ന് നേരിട്ട് വന്ന് ഫുൾ ടൈം ഇരുന്ന് കേട്ട ആളുകളുണ്ട്. वहां पर शुरू से अंत तक कुछ लोग देखते रहे। യോഗം കഴിഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച കുടുംബങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. कुछ लोग सेवाई के बाद हमारे पास आके प्रार्थना करके गए। ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की ദൈവം महिमा। നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. परमेश्वर हमें वरदान दिया, वरदान नष्ट ना करना। പൗലോസ് പറയുക, पौलुस बताता है സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ, यदि सुसमाचार ना सुनाए സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ और सुसमाचार सुनाने से എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. मेरे लिए गमन करने के लिए कुछ भी नहीं। നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. मेरे लिए उत्तरदायित्व मेरे परमेश्वर की ओर से ഞാൻ कर्तव्य है। സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ यदि मैं सुसमाचार ना सुनाए എനിക്ക് അയ്യോ കഷ്ടം. मेरे लिए हाय। ആരെങ്കിലും അയ്യോ കഷ്ടം എന്ന് പറയുമ്പോൾ എന്തോ, നിങ്ങൾ നോർത്ത് കഷ്ടം എന്ന് പറയുമ്പോൾ എന്തുവാ, ഏറ്റവും താണ നിലയുള്ള ഒരു റെസ്പോൺസ് ആണ്. यदि आप मेरे लिए हाय कहने से क्या है, एकदम नीचे का अवस्था। പറയുകയാണ്, സുവിശേഷം നിങ്ങൾ അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. यदि मैं विश्वासी गणों से बताना चाहता यदि सुसमाचार ना सुनाए आपके लिए हाय। വീടുണ്ടോ, കാറുണ്ടോ, ഡ്രസ്സുണ്ടോ, വണ്ടിയുണ്ടോ, ഇതൊന്നും വിഷയമല്ല. പൗലോസ് പറയുക, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. आपका सब सुविधा है, ये सब सही है, लेकिन सुसमाचार ना सुनाने से आपके लिए हाय। കാരണം നിർബന്ധം എന്റെ മേൽ കിടക്കുക. क्योंकि परमेश्वर ने मुझे उत्तरदायित्व दिया गया, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. मुझको करना है, എനിക്ക് ചെയ്തിരിക്കാൻ ഒക്കത്തില്ല. मुझको करना ही आवश्यक। അമ്മ ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ. मैं करते रहूंगा। അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ, അത് മനഃപൂർവ്വം വായിച്ച പോലെ, അത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എന്നാൽ എന്റെ പ്രതിഫലം എന്ത്? മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഈ സുവിശേഷം അറിയിക്കാനുള്ള ദൗത്യം ആരെ ഏൽപ്പിച്ചിരിക്കുക? എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. परमेश्वर ये उत्तरदायित्व मुझ पर सौंपा है, मुझको करना आवश्यक। എല്ലാവരും ഭാഗം ശ്രദ്ധിച്ചോണം. आप लोग सब ध्यान से सुनना। മനഃപൂർവ്വമാണെങ്കിലും മനഃപൂർവ്വം അല്ലെങ്കിലും നീ സുവിശേഷം പറയണം. आपको सुसमाचार सुनाना आवश्यक। അടുത്തത്, സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവനും ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. സുവിശേഷ ഘോഷണം ഞാൻ ചെലവ് കൂടാതെ നടത്തുക.
और सुसमाचार सुनाते वक्त में मेरा हाथ से और लेके आगे बढ़ रहा ഒരു है। കൺവെൻഷൻ നടത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപ ചെലവുണ്ട്? यदि ये कन्वेंशन चलाने के लिए कितने लाख रुपए का जरूरत है? ആരും രക്ഷിക്കപ്പെടുന്ന പോലും ഇല്ലെങ്കിലോ? ആരും രക്ഷിക്കപ്പെടുന്ന പോലും ഇല്ലെങ്കിലോ? यदि कोई ना उद्धार ना पाते तो भी എന്നാൽ ഒരു കാര്യം, സുവിശേഷം ഒരാളെ പറയുന്നതിനോ 5 പൈസയുടെ ചെലവില്ല. सुसमाचार बताने के लिए कोई खर्चा ही नहीं। ഒരാളുടെ അടുക്ക പോയി പറഞ്ഞാൽ മതി. एक व्यक्ति के पास जाके बताना, ചെലവ് കൂടാതെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിപാടിയാണ് സുവിശേഷ ഘോഷണം. बिना खर्चा से करने वाले एक ही काम है सुसमाचार മനസ്സിലാകുന്നുണ്ടോ? बताना। നിന്റെ മനസ്സിൽ തോന്നുക ഒരാളോട് സുവിശേഷം പറയാൻ തോന്നിയാൽ നിനക്ക് പോയി സുവിശേഷം പറയാം. यदि आपका अंदर एक विचार आ गया मुझको सुसमाचार बताने, आप जाके बता सकते हैं। ചെലവ് കൂടാതെ നടത്താൻ പറ്റണം. आपको बिना कोई खर्चा नहीं होंगे। ആമേൻ. അടുത്തത് ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രനെങ്കിലും അധികം പേരെ നേടേണ്ടതിന് എല്ലാവരും പറഞ്ഞ് എത്ര പേരെ നേടണം? അധികം പേരെ. ഒരാളെ പറ, പെട്ടെന്ന് പറ, സമയം പോവാ. पौलुस बताते हैं कई लोगों को बजाना है। 2 പേരെ कितने लोगों को लेना है? പറ പെട്ടെന്ന് പറ. 2 പേരെ, 2 है, 1 है, 3 പേരെ? 3। പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? फिर पौलुस बताता है അത് എത്ര? कई लोगों को। അത് എത്ര? കിത്തന ഹേ? എത്ര പറഞ്ഞേ? എത്ര പേരായാലും കുഴപ്പമില്ല, जितने भी हो कोई बात नहीं, അധികം പേരെ നേടണം. और बहुत लोगों को बजाना है। പ്രദർശന സഭയിലെ ഓരോ വിശ്വാസികളും അധികം പേരെ നേടണം. और कलिसिया का एक एक विश्वासी भी अधिक लोगों को लेके आना है। അടുത്ത വാക്യം. ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി ആ. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് യഹൂദനെ പോലെ ആയി. അടുത്തത്. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ അല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ആയി. അടുത്തത്. ദൈവത്തിന് ന്യായപ്രമാണം ഇല്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണവനുള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണമില്ലാത്തവനെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആത്മാക്കളെ നേടാൻ നേരറ്റം വരെ താഴാൻ പൗലോസ് തയ്യാറായി. पौलुस बताता है मैं यहूदियों को, व्यवस्था के अधीन पर रहने वाले लोगों को, सब लोगों को बचाने के लिए मैंने अपने आप को निर्णय किया। നമ്മുടെ സേഫ് കോർണർ വിട്ടിട്ട് ഏതറ്റം വരെ താണും നമ്മൾ എന്ത് നേടണം? ആത്മാക്കളെ നേടണം. അടുത്ത വായിച്ചാട്ടെ. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. അടുത്തത്. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന്. എല്ലാവരും പറഞ്ഞ് എങ്ങനെ നേടണം? निर्बल लोगों को बचाने के लिए मैं निर्बल बन गया। ഏത് വിധത്തിലും ചെല്ലാൻ നേടണം. कैसे भी मुझको लोगों को बचाने हैं। ഈ മാസം നമുക്ക് ഏത് വിധത്തിലെങ്കിലും ചെല്ലാൻ നേടണം. इस महीने सितंबर महीने में हमें कई आत्माओं को बचाना है। ഞാൻ ഒത്തിരി പറയുമ്പോൾ സ്വോത്രം പറയുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇറങ്ങിയ ഒക്കത്തുള്ളൂ, നിങ്ങളെ ഞാൻ ഇറക്കും. आपको सेवाएं करना, मैं प्रोत्साहन देते ഈ रहूंगा। ചിരിയും കളിയൊക്കെ വിട്ടിട്ട് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. आपको जरूर बाहर जाना, लोगों को बचाना है। പുത്തൻ വണ്ടി മേടിച്ചിട്ട് ആമേൻ നമ്മുടെ കാർപ്പോച്ചിട്ട് ഇരപ്പിക്കാനുള്ളതല്ല, വണ്ടി വെളിയിലോട്ട് ഇറക്കണം. नई कार खरीद के केवल जो कारपोर्च में लाके शब्द बना रहे वो चालू कर रहे हैं, लेकिन बाहर लेके आना। 50 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ച് കാർപ്പോച്ച് ഇട്ട് എന്നും രാവിലെ ഇട്ട് ഇരപ്പിക്കുക. जो लाखों रुपये का कार खरीद के और कारपोर्च में भी शब्द चला रहे हैं। ഇടയ്ക്കിടയ്ക്ക് ഗിയറിടും, ഇടയ്ക്കിടയ്ക്ക് ഇരപ്പിക്കും, ഇടയ്ക്കിടയ്ക്ക് ഓൺ അടിക്കും. कभी कभी बीच बीच में बैटरी बजाने के लिए करते हैं। എന്തിനാണെന്നറിയാം? അയൽവക്കാരൻ അറിയാം ഞാൻ വണ്ടി മേടിച്ചിട്ടുണ്ടെന്ന്. क्योंकि पड़ोसी भी जानते हैं मैंने नई गाड़ी खरीदा है। 50 വർഷമായിട്ട് പെരക്കകത്തിട്ട് ഇരപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി, ഹല്ലേലൂയ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടല്ലേ ഇരപ്പിക്കുക, വണ്ടി വെളിയോട്ട് ഇറക്കുവോ നീ? आपको गाड़ी जरूर लेके आना, बाहर लेके आना। നിന്റെ വണ്ടി പോർച്ചിൽ നിന്ന് ഇറങ്ങിയോ എന്നാ ചോദിച്ചത്. मैं आपसे पूछना चाहता आपका कारपोर्ट से गाड़ी बाहर लेके आएगा। രാജമുഖല പാസ് നിന്റെ അഭിഷേകത്തിന്റെ വണ്ടി പോർച്ചിൽ നിന്ന് ഇറങ്ങിയോ എന്നാ ചോദിക്കുന്നത്. मैं आपसे बताना चाहता आपको जो परमेश्वर ने अभिषेक നിന്റെ दिया, രോഗശാന്തിയുടെ വണ്ടി പുറത്തോട്ട് ഇറങ്ങിയോ എന്നാ ചോദിക്കുന്നത്. आपको चंगाई का वरदान दिया है, चंगाई का वरदान आप बाहर लेके आएगा। നീ കൈവച്ച സൗഖ്യമാകാൻ ആളുകൾ തയ്യാറായിരിക്കുക. आप हाथ लगाने से बीमारी चंगा हो जाएंगे। പ്രേക്ഷക സഭയിലെ വിശ്വാസികളോട് അഭിഷേകത്തിൽ പറയുന്നു, നിന്റെ വണ്ടി പോർച്ചിൽ ഇറങ്ങണം. मैं बताना चाहता हूं परमेश्वर ने आपको दिया अनुग्रह, बाहर लेके आना। ഇറക്കിയേ പറ്റൂ. आपको बाहर लेके आके काम करना है। എനിക്ക് പ്രസംഗം നിർത്താൻ തോന്നുന്നില്ല. ये बड़ा अलग शब्द है। അമ്മേ വണ്ടി ഇറക്കണം, വണ്ടി ഇറക്കണം അച്ചായ.
आपको इन दिनों में बाहर आना आवश्यक ആന്റി है। വണ്ടി ഇറക്കണം. परमेश्वर दी होगा अभिषेक के साथ बाहर आना है। ഈ മാസം അഭിഷേകത്തിന്റെ മാസമാണ്. और इस महीने अभिषेक का महीने है। ഒരു പാസ്റ്ററും കൂടെ വേണ്ട, कोई भी पादरी आपका साथ नहीं आएगा, ഒരു വിശ്വാസിയും കൂടെ വേണ്ട. कोई विश्वासी ना आए। നീ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ച കെട്ടുപൊട്ടിക്കാൻ आप ദൈവത്തിന് अकेले കഴിയും. प्रार्थना करने से परमेश्वर कार्य करेगा। നീ പ്രാർത്ഥിച്ച് കെട്ടുപൊട്ടുമ്പോൾ നിന്റെ വരയ്ക്കാത്ത കെട്ടു കർത്താവ് പൊട്ടിച്ചു തരും. जब आप प्रार्थना करते वक्त आपके लिए भी परमेश्वर कार्य करेगा। യോബിന്റെ സഹോദരന്മാരോട് പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. जब अय्यूब अपने दोस्तों के लिए प्रार्थना किया तब परमेश्वर ने अय्यूब का अवस्था भी बदल डाला। എനിക്ക് അധികം പേരെ നേടണം, मुझको अधिक लोगों को बचाना है, എനിക്ക് അധികം പേരെ നേടണം. मुझे और लोगों को बचाना। ആമേൻ, आमेन ആമേൻ, आमेन ആമേൻ. आमेन। അങ്ങനെ പറഞ്ഞു പോയി കിടക്കുകയാണ്, और ഇങ്ങനെ പറഞ്ഞു പോയി കിടക്കുകയാണ്. कई बात बताने के लिए है। ഞാൻ എന്നോട് പരിശുദ്ധം പറഞ്ഞു ഇപ്പൊ നിർത്താനോ പറയുന്നത്. और पवित्र आत्मा मुझे सूचना देते अभी समाप्त करो। നോക്കിട്ട് നിങ്ങൾ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. आप थोड़ा उदास लग रहे हैं എന്റെ ഭാഷ ഇനി ഇത് കൊള്ളാനുള്ള കഴിവ് എനിക്കില്ല. और परमेश्वर और प्राप्त करने के लिए मेरे पास शक्ति नहीं है। ഞാൻ വണ്ടി ഇറക്കിക്കോളാം. मैं आने वाला दिनों में सेवा के लिए जाऊंगा ഇറക്കിയില്ലേ നിന്നെ തുടയ്ക്ക് പൊട്ടിച്ച് ദൈവം ഇറക്കും. और परमेश्वर आपको कुछ दंड दे के बाहर लेके आएंगे। ദൈവം ഇറക്കും. ചൂരപടിയുണ്ട് ദൈവത്തിന്റെ കയ്യിൽ. आमेन। നിന്റെ തുടയ്ക്ക് പൊട്ടിച്ച് നിന്നെ വെളിയിൽ ഇറക്കും. परमेश्वर आपको जबरदस्ती बाहर लेके आएंगे। നിന്റെ സൗഭാഗ്യ ദൈവം നിന്നെ വെളിയിൽ ഇറക്കും. आमेन। परमेश्वर आपको सेवा करना आवश्यक। നിന്റെ മെത്തേന്ന് വെളിയിൽ ഇറക്കും. आपको चारपाई से आपको बाहर लेके आएंगे। നീ നിരങ്ങി ആയാലും നിന്നെ കുറിച്ച് സുവിശേഷം പറയിപ്പിക്കും. परमेश्वर आपको हाथ में लेके इस्तेमाल ഇത് करेंगे। വെറുതെ പറയുന്ന കാര്യമല്ല. आमेन। ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. ध्यान से सुनना। ആനയുടെ കാലെ ചങ്ങലിട്ട് തളച്ചിരിക്കുന്ന പോലെ ചില കുടുംബങ്ങളെ സുവിശേഷം ഏൽപ്പിച്ച ചില വ്യക്തികളും കുടുംബങ്ങളും അമ്മ കഴിഞ്ഞ വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷ നടുവിൽ യേശുവിന്റെ നാമത്തിൽ ആ കെട്ട ചങ്ങല ആത്മാവിൽ പൊട്ടിച്ചുകൊണ്ട് ദേശത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിപ്പിക്കുവാൻ ദൈവം ഇന്ന് മകൻ നിങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കുകയാണ്. परमेश्वर आपको आशीष से भरने जा रहे हैं। परमेश्वर आपको सामर्थ्य देने जा रहे हैं। इस हफ्ते इस महीने सेवाई करने के लिए घर से बाहर आ रहे हैं, जंजीर से बाहर आ रहे हैं। അന്റെ കൈയുടെ കെട്ടുകെട്ടാ പൊട്ടിക്കുക. परमेश्वर प्रभु आपको लिए कार्य करने जा रहे हैं। നിന്റെ നാവിന്റെ കെട്ടുകെട്ടാ പൊട്ടിക്കുക. आपका जीव का जो बंधन परमेश्वर तोड़ने जा रहे हैं। യേശുവിന്റെ നാമത്തിൽ यीशु नासरी के नाम में ഇന്നത്തെ ആരാധനയിൽ इस आराधना सभा में ദൈവം അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യുക. परमेश्वर आपके लिए आश्चर्य काम करने जा रहे हैं। നിന്നിൽ കുറിച്ച് ചില ആത്മാക്കൾ ഈ സഭ വരാൻ പോകുകയാ. और आपका जीव आपका घर के अंदर कई लोग आने जा रहे हैं। 24 മണിക്കൂർ ഫോൺ എടുത്ത് നോണയെ കൊതിയും പറയാതെ യേശുവിന്റെ വചനം പറ. फोन उठाकर सुसमाचार सुनाना है। ഞാൻ ഇന്നത്തേക്ക് മാത്രം പറയാനാണ് വന്നത്, പക്ഷേ പരിശുദ്ധം പറയുന്ന അടുത്ത ആഴ്ചയും പറയണമെന്ന്. और मैं आज ही इसी बात को प्रचार करने ഈ के लिए മിഷൻ മന്ദിൽ സുവിശേഷം പറയാൻ നിങ്ങൾ ഉത്സാഹിപ്പിക്കാൻ ദൈവം എനിക്ക് പ്രേരണ തരികയാണ്. इस महीने सुसमाचार प्रचार करने के लिए आपको मैं प्रोत्साहन देना चाहता हूँ। ശലോമോന്റെ കാര്യം അവിടെ കിടക്കട്ടെ. सुलेमान का बात हुआ थोड़ी देर के लिए रखो നമുക്ക് ശലോമോന്റെ കാര്യം വേറെ അടുത്ത ദിവസം പറയാം. और अन्य दिनों में दूसरा दिन हम शलोमोन ഈ के बारे ആഴ്ച में നമ്മുടെ बताएंगे। വണ്ടി ഒന്ന് ഇറക്കണം. इन दिनों में हमें बाहर आना है। ആമേൻ. आमेन। ഒരു രഹസ്യം പറയാം. एक गुप्त बात मैं बता दूंगा। ഇത്രയും നാളെ കെട്ടിക്കിടക്കുന്ന അഭിഷേകം और इतने साल से आपका अंदर परमेश्वर ने जो अभिषेक दिया है, പരിശുദ്ധന്മാർ പറയുക, पवित्र आत्मा बताता है, നാളുകളായി നിന്റെ അകത്ത് കെട്ടിക്കിടക്കുന്ന അഭിഷേകം जो कई साल से आपका अंदर एक जागृति है, उत्साह है, ഈ ആഴ്ച പുറത്തു വരാൻ പോകാം. और इस हफ्ते बाहर आना है। എല്ലാവർക്കും ഇല്ല, जो सबके लिए नहीं है। ദൈവം കണ്ട ചില ഇതിനകത്ത് ഇരിപ്പുണ്ട്. कुछ लोगों को परमेश्वर ने अब विशेष करके बुलाया है। നീ തൊടുമ്പോ കറണ്ട് അടിച്ച പോലെ ചിലർ താഴെ വീഴാൻ പോകുകയാ. आप हाथ लगाते वक्त चमत्कार काम होंगे। ആമേൻ. ग्लोरी, धन्यवाद दीजिए। ആമേൻ. തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ, ओ हालेलुया, തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ, हालेलुया। जो मोमबत्ती जो आग के सामने ले जाने से वो मिल जाता है, വെയിൽ ഉറക്കുമ്പോൾ മഞ്ഞ് ഉരുകി മാറുന്നത് പോലെ, जो ओस जो उजियाले आता है, जब तब ओस जो निकल जाता है, ഇന്ന് പകൽ ദൈവം നിന്നെ അസാമാന്യമായി ഉപയോഗിക്കും. परमेश्वर आपको इस्तेमाल करने जा रहे हैं। 4 പെൺപിള്ളാരുമായി ഭാരമുള്ള കുടുംബം നടത്തിക്കൊടുന്ന ഫിലിപ്പോസ് ഉപദേശി ഷണ്ണനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവനെ ഫ്ലൈറ്റ് ഇല്ലാത്ത കാലത്ത് ബൈ എയറിൽ എടുത്തുകൊണ്ട് പോയ എൻ്റെ ദൈവം
എന്നെ നിന്നെയും ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് വായിക്കാൻ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുകയാണ്. നീ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന് മഹത്വം കാണാൻ പോകുകയാണ്. शमरिया देश में फिलिप्पस और उनका परिवार को संभाल किया तो उनको वहां से उठा के और देश में लाके आशीष दिया तो आपको भी प्रभु आशीष देने जा रहे हैं. കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യേ. तालियां बजा के प्रभु को धन्यवाद दे दीजिए जोर से अभिषेक के साथ. इरबलादग शब्दराधलाधराधरिगलादग चैडेराधा रिबराधराधलादग शब्द. മല്ലപ്പള്ളി എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് मल्लपल्ली जो हमारा एक गांव है उस छोटी से गांव से എബി എന്ന് പറയുന്ന ഒരു റാങ്ക് ഹോൾഡർ ആയ ചെറുപ്പക്കാരൻ एबी आयरूर जो बिहार में सेवाई करते हैं सेवक സുവിശേഷമായി ബീഹാറിൽ പോയപ്പോൾ एबी आयरूर से समझा लेके बिहार को और गया. നൂറുകണക്കിന് സഭകൾ അവിടെ എഴുന്നേൽക്കാൻ ഇടയായി തീർന്നു. हजारों कलिशा वहां पर बनाया है. നിങ്ങൾ കണ്ടല്ലോ, ഓരോ പ്രാവശ്യം 10, 25, 30 മിഷണറിമാർ, വിശ്വാസികളല്ല മിഷണറിമാർ ഇവിടെ വരികയാണ്. आपने देखा हर एक महीने 20, 25 और 30 सेवक लोग यहाँ पर आके वे गवाही देते हैं. ഇന്നും 25 പേര് വന്നിട്ടുണ്ട്. आज भी 25 लोग यहाँ पर आए. ദൈവത്തിന് സ്തോത്രം. परमेश्वर के नाम की महिमा हो. വൈ യോഹന്നാൻ എന്ന് പറയുന്ന ദേവദാസൻ वही योहन्नान के बारे में यहाँ पर आए हैं. राजस्थान में सेवाई कर रहे हैं. രാജസ്ഥാൻ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ जब राजस्थान में पहुंच गए അവിടെ സഭകൾ എഴുന്നേൽക്കാൻ തുടങ്ങി. वहां पर कलिशा स्थापित करने लगा. അദ്ദേഹത്തിന് 3 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരും ഇന്ന് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുകയാണ്. भाई योहन्नान का 3 बेटियों और 3 परिवारों परमेश्वर के नाम के लिए सेवाई में आगे बढ़ रहे हैं. ഒരായുസ്സോടെ നേടാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചത് കഞ്ഞിക്കറി കളിച്ച് ജീവിക്കാനല്ല, ആത്മാക്കളെ നേടാനാണ്. आपको दिया होगा समय केवल चावल पकाने के लिए नहीं, सेवाई करने के लिए दिया है. ബീഹാറിൽ രാജസ്ഥാനിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദേവദാസനാണ് ഈ പ്രിയപ്പെട്ട മകനെ. राजस्थान में प्रभु का दास सेवाई में आगे बढ़ रहा है. സിസ്റ്ററുടെ പെട്ടെന്ന് വന്നാട്ടെ പ്ലീസ്. सिस्टर भी आए यहाँ पर. ഇവർ പാസ്റ്റർ വൈ യോഹന്നാന്റെ മൂത്ത മകളും ആമേൻ ഭർത്താവുമാണ്. और वही योहन्नान पादरी का जो पासवान का बेटी और परिवार. ദാസന്റെ 3 കുഞ്ഞുങ്ങളും കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുകയാണ്. परमेश्वर के दास का 3 बेटियों परिवार के साथ सेवाई में आगे बढ़ रहे हैं. അവർ കർത്താവിൽ പ്രസിദ്ധരായി. ആമേൻ. ഇപ്പോൾ ജയ്പൂരിലെ സഭയുടെ ശുശ്രൂഷകരെ അവർ സേവനം അനുഷ്ഠിക്കുകയാണ്. परमेश्वर उन्हें जयपुर कलिशा में इस्तेमाल कर रहे हैं. പല പ്രാവശ്യം അവിടെ പോയി ശുശ്രൂഷിപ്പോൾ അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. कई बार वहां पर जाके सेवाई करने के लिए प्रभु ने मुझे अवसर दिए हैं. അന്നൊക്കെ ഈ മോളെ കൊച്ചു കുഞ്ഞായിരുന്നു. उस समय जो बहन जो बहुत छोटी थी അവൾ ഇന്ന് വിവാഹിതയായി 2 കുഞ്ഞുങ്ങളുമായിട്ട് ആമേൻ ഇവിടെ വന്നിരിക്കുകയാണ്. और बाद में 50 शादी हुई और 2 बच्चे के साथ यहाँ पर आए, परिवार के साथ आए. ആമേൻ. അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും കുഞ്ഞുങ്ങൾ നാട്ടിൽ വരുമ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷമുണ്ട്. അവരുടെ കണ്ണുകൾ നിറയുന്ന പോലെയാണ്. ഭാരതത്തിന്റെ വയലുകളിൽ സുവിശേഷമായി പോകുന്ന കർത്താവിന്റെ ദാസന്മാർ ഈ സഭയിലേക്ക് വരുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ വെളിയിൽ നിന്ന് വരുമ്പോൾ സ്വീകരിക്കുന്ന പോലെ വേണം നമ്മൾ അവരെ സ്വീകരിക്കാനായിട്ട്. അവരെ ആശ്വാസത്തിനും സന്തോഷത്തിനും നമ്മൾ അടി വരുമ്പോൾ, ഈ ഒരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നല്ലോ എന്നുള്ള ചിന്തയിലല്ല അവരെ കാണേണ്ടത്. അവർ സ്വന്തം അപ്പനെ വിട്ടോട്ട് നാട് കൂടും വീടും വിട്ട് കർത്താവിന്റെ വേല ജാതി ഇടയെ ചെയ്യുമ്പോൾ അവരുടെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ലെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ മിഷൻ മന്തിൽ അവർ വന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബീഹാർ കൈയടിച്ച് സ്തോത്രം പറഞ്ഞാട്ടെ. ബീഹാറിൽ നിന്ന് ആളുകൾ വന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിനായി सेवक लोगों को इस मिशन मंद का प्रारंभ दिन में हमारे बीच में लेके आया. हम प्रभु को धन्यवाद देते हैं. ആമേൻ. അതുകൊണ്ടാണ് ബീഹാറിൽ നിന്നൊക്കെ എപ്പോൾ ആള് വന്നാലും ഞാൻ പറയുന്നെങ്കിൽ പോരാൻ പറയുന്നത്. इसलिए हमारे लोगों को भी प्रोत्साहन देने के लिए मैं बिहार से जो भी पास से का जब कभी लोग आते हमारे चर्च में आके गवाही दे. നമുക്ക് പോകാൻ പറ്റുന്നില്ല. हम जा नहीं सकते. പോകുന്നവരെങ്കിലും നമ്മളൊന്ന് മാനിക്കണ്ടായോ? जाने वाले लोगों को हमें प्रोत्साहन देना है. സാമാന്യ ആൾക്കാരിയിരിക്കുന്ന യുദ്ധത്തിന് പോകുന്നവർക്കും ഒരുപോലെ പ്രതിഫലം കൊടുക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. जो लड़ाई के लिए जाने वाले मैदान में जाने वाले लोग, जो अंदर सामान देखभाल करने वाले लोगों दोनों को प्रभु आदर देता है. പ്രിയമുള്ളവരെ, അങ്ങേ കരയിൽ ചെല്ലുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ നമ്മൾ നേടിയത് എന്താണെന്ന്. हम किनारा पार करके एक दिन जाएंगे, वहां पर हम पता चलेगा हम क्या पाए. ഇവിടെ എല്ലാം അറിയുന്ന അവിടെയാണ് അറിയുന്നത്. यहाँ पर नहीं वहां पर है. പ്രിയപ്പെട്ടവർ, ഒരു പാട്ട് പാടുകയും അല്പനിമിഷം അവരെ അനുഭവസാക്ഷ്യം പറയുകയും ചെയ്യുന്നതായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर के दास और परिवार एक गाना गाएंगे और उनका अनुभव भी बताएंगे.